ഹായ് മക്കളെ. നമ്മൾ വീണ്ടും മറ്റൊരു ലൈവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരു മാരത്തൺ ക്ലാസ് ആയിട്ടാണ് ഇതുണ്ടാവുക. നമ്മൾ വിചാരിക്കുന്ന ഒരു 3 hours, മാക്സിമം ഒരു 3 hours കൊണ്ട് ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കവർ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അധികം സമയം വൈകിക്കണ്ട, എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? യെസ്. നാളെ നിങ്ങളുടെ പരീക്ഷയാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ഈ ഒരൊറ്റ ലൈവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മോശമില്ലാത്തൊരു മാർക്ക് ഗ്യാരൻറ്റീഡാണ്. മോശമില്ലാത്ത മാർക്ക് എന്നല്ല, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഗ്യാരൻറ്റീഡാണ് ഈ ഒരൊറ്റ ലൈവ് കണ്ടു കഴിഞ്ഞാൽ. ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി 3 ദിവസമായിട്ട് ലൈവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇന്ന് നമ്മൾ അത്ര ഡീറ്റെയിലേക്ക് പോവില്ല. നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പ്രോബ്ലം ഫോക്കസ്ഡ് ആയിട്ട്, പക്ഷേ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും എന്ത് ചെയ്യും, നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ അല്ലേടാ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് റെഡി ഒന്ന് പറഞ്ഞൊന്ന് കമൻ്റ് ഇട്ടടാ. ഓക്കെ. യെസ്. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. കുറച്ച് ഡീറ്റെയിൽഡ് ആയുള്ള സംശയങ്ങളാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അല്ലേടാ? യെസ്. ഓക്കെ, റെഡി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻകം ടാക്സ് ആൻഡ് GST BCom 6th സെമ്മിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇന്ന് നമ്മൾ അത് ഏറ്റവും ഈസി ആക്കി തരാൻ പോവാണ് നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു 3 hours കൊണ്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ, ആദ്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ക്ലബിംഗ്. വാട്ട് ഡു യു മീൻ ബൈ ക്ലബിംഗ്? ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളായിട്ട് ക്ലബ്ബ് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആഡ് ചെയ്യുക എന്നാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്സ് ഉണ്ടാവും അല്ലേ? ക്ലബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടമാണ്, ഇങ്ങനെ കൂടിച്ചേരൽ എന്നുള്ള അർത്ഥമാണ്. ആഡ് ചെയ്യുക അഥവാ കൂടിച്ചേർക്കുക എന്നതാണ്. എന്താണ് ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരാളുണ്ട്, അയാളുടെ വൈഫിന്, സ്പൗസിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്, സ്പൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി വൈഫ് ഓർ ഹസ്ബൻഡ്, എന്ത് ചെയ്തു, ഒരു 2 ലക്ഷം രൂപ എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഈ സ്പൗസ് എന്ത് ചെയ്തു, ആ 2 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് അവരൊരു 40,000 രൂപ അതിൽ നിന്ന് വരുമാനം സമ്പാദിച്ചു. അപ്പോൾ ഈ വരുമാനം ഇല്ലടാ, ഈ 40,000 ഇത് ആർക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഇത് അവകാശപ്പെട്ടത് സ്പൗസിനല്ല. ഈ 2 ലക്ഷം രൂപ വെച്ചിട്ടല്ലേ ഈ 40,000 ഉണ്ടാക്കിയത്. ഇത് അവകാശപ്പെട്ടത് ആർക്കാണ്? ആ ആൾക്കാണ്. ആരാണെന്ന്? ഇത് എ ആണ്. സ്പൗസ് ബി ആണെന്ന് വിചാരിച്ചോ. എക്ക് അവകാശപ്പെട്ടതാണ് ഈ ഇൻകം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇൻകം ഈസ് ക്ലബ്ഡ് ടു അഥവാ ആഡഡ് ടു ദ ഇൻകം ഓഫ് മിസ്റ്റർ എ. സപ്പോസ് മിസ്റ്റർ എയുടെ ഇൻകം 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ 40,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 10,40,000 രൂപ കിട്ടും. ഒരു മിനിറ്റടാ. ഓക്കെ, 10,40,000 രൂപ കിട്ടും. ഓക്കെ ആണോടാ?
യെസ്. സോ ക്ലബിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആഡ് ചെയ്യുക എന്നാണ്. സോ അതിൻ്റെ പ്രോസസ്സ് ഇതാണ്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ ക്ലബിംഗ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ, ഇൻകം ടാക്സിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൽ സെക്ഷൻ 60 to 65 വരെയുള്ള സെക്ഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ കാര്യമായിട്ട് സെക്ഷൻ 60, 61, 64 ഈ 3 സെക്ഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ സെക്ഷൻസ് ഒന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഓർത്ത് വെച്ചാൽ വളരെ വളരെ നല്ലത്. പക്ഷേ ഓർത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ആ സെക്ഷൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 60 ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. എന്ന് പറഞ്ഞാൽ ഇൻകം ട്രാൻസ്ഫർ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ അയാൾക്ക് കയ്യിൽ വീടുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് കിട്ടുന്ന റെൻറ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? മിസ്റ്റർ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ വീട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. വീട് അയാളുടെ പേര് തന്നെയാണുള്ളത്. ഞാൻ ഒന്നും കൂടി ഇതൊന്ന് വലുതാക്കി കാണിച്ചു തരാം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. എ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്കൊരു വീടുണ്ട്. പക്ഷേ അയാളുടെ കയ്യിലുള്ള അയാളുടെ കയ്യിൽ വരുന്ന റെൻറ്റ് ഉടനെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക? ബിയുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. സോ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയുടെ റെൻ്റാണ് എയുടെ വീടാണ്, പക്ഷെ റെൻ്റ് ആർക്കാണ് പോകുന്നത്? ബിക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലരാലോചിക്കും, അപ്പോൾ സാറേ ഓക്കെ റെൻറ്റ് ബിക്കല്ലേ പോകുന്നത്, അപ്പോൾ ബി അല്ലേ അതിന് ടാക്സ് അടയ്ക്കേണ്ടത്? അല്ല, ബി അല്ല ടാക്സ് അടയ്ക്കേണ്ടത്. ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? എ ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം ദിസ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ടു ദ ഇൻകം ഓഫ് മിസ്റ്റർ എ. മിസ്റ്റർ എയുടെ ഹാൻഡ്സിലാണ്, മിസ്റ്റർ എയുടെ കയ്യിലാണിത് ടാക്സ് ചെയ്യപ്പെടുക. ഇത് അയാളുടെ ഇൻകം ആയിട്ടാണ് ആഡ് ചെയ്യപ്പെടുക. ഓക്കെ ആണല്ലോടാ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്താണ്? നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം എന്ത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ അല്ലടാ. ഇനി സെക്ഷൻ 61, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണ്. അത് പറയുന്നത് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അതായത് എ എന്ന് പറയുന്നത് എന്താ? റിവോക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? റിവോക്കബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്നർത്ഥം. റിവോക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അതായത് എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാണ്? അയാളുടെ കാറ് കൊടുക്കുകയാണ്. കാറ് കൊടുത്തിട്ട് പറയാണ്, നീ ഇത് ഉപയോഗിച്ചോ, റെൻറ്റിനൊക്കെ കൊടുത്തോ, പക്ഷേ എന്ത് ചെയ്യും? ഇത് എൻ്റെ ഓണർഷിപ്പ് ആരാ? എനിക്കാണ്. ഞാനിത് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. എപ്പം വേണമെങ്കിൽ എനിക്കിത് റിവോക്ക് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ അതായത് ആ ബിയുടെ കയ്യിലുള്ള കാർ എപ്പം വേണമെങ്കിലും എക്ക് എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ എന്ത് ചെയ്യുന്നു? ബിക്ക് കാറ് കൊടുക്കും. അപ്പോൾ കാറ് കൊടുത്ത് ബി എന്ത് ചെയ്യുന്നു? അത് വാടകയ്ക്ക് കൊടുക്കുന്നു. ബി എന്ത് ചെയ്യുന്നു? പൈസ മേടിക്കുന്നു. ആ പൈസ ആരുടെ കയ്യിലല്ല ടാക്സ് ചെയ്യപ്പെടുക? ബിയുടെ കയ്യിലല്ല. ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. എന്തുകൊണ്ടാടാ? കാരണം ചില ആളുകൾ ഇങ്ങനൊരു കള്ളത്തരം ചെയ്യും. എന്താ കള്ളത്തരം? എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഞാനത് എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് നിൻ്റെ പേരിൽ എഴുതി വയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, തൽക്കാലത്തേക്ക് നിൻ്റെ പേരിൽ എഴുതി വയ്ക്കുന്നു. എഴുതി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് വെച്ചുള്ള ഇൻകം ഞാൻ അയാൾ വഴി എന്നിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാൾ തിരിച്ച് എനിക്ക് ആ വീട് എന്ത് ചെയ്യുന്നു? എനിക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്തു? ചില കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചു. എന്താ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചത്? അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കളയാം, പക്ഷേ എങ്ങനെയാണ് ട്രാൻസ്ഫർ? തിരിച്ചെടുക്കുന്ന രീതിയിലാണ് ട്രാൻസ്ഫർ. കാരണം അല്ലെങ്കിൽ അസറ്റ് മറ്റേ കയ്യിലായി പോലെ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോൾ ഇൻകം ആരുടെ കയ്യിലാണ് വരിക? അയാളുടെ കയ്യിലാണ് വരിക. അപ്പോൾ ഇൻകം ടാക്സ് നോക്കുമ്പോൾ ഈ വീട് ആരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഈ കാർ ആരുടെ കയ്യിലാണ്? ബിയുടെ കയ്യിലാണ്. ഇൻകം ആരുടെ കയ്യിലാണ്? ബിയുടെ കയ്യിലാണ് വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് നോക്കുമ്പോൾ ഓക്കെ ബി ആണ് സമ്പാദിക്കുന്നതെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു കള്ളത്തരമാണ്. സോ എന്ത് ചെയ്യും? അപ്പോൾ ബി എന്ന് പറയുന്ന ആളുടെ പേരിലല്ല എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. ആരുടെ കയ്യിലാണ്? എയുടെ കയ്യിലാണ്. ദിസ് ഈസ് കോൾഡ് ആസ് റിവോക്കബിൾ. റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എന്നർത്ഥം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്കുകൂടി ഉപയോഗിക്കാം. എന്താണ്? ടെമ്പററി ട്രാൻസ്ഫർ, തൽക്കാലത്തേക്കുള്ള ട്രാൻസ്ഫർ. ഓക്കെ അല്ലടാ?
യെസ്. ഇനി അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ 64, ദാറ്റ് ഈസ് ക്ലബിംഗ് ഓഫ് റിലേറ്റീവ്സ്, ക്ലബിംഗ് ഓഫ് ഇൻകം ഓഫ് റിലേറ്റീവ്സ്. അതായത് നമ്മളെ കുറേ റിലേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുക അറിയോ, തൽക്കാലത്തേക്ക് അവരുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, ഇതങ്ങോട്ട് അവർ വഴി എന്ത് ചെയ്യും, ഇൻകം സമ്പാദിക്കും. അപ്പോൾ അങ്ങനെ സമ്പാദിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ ടാക്സ് ചെയ്യപ്പെടില്ല. അതാണ് ഐഡിയ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ടാക്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അത് നടക്കൂല മക്കളെ. യെസ്, നിങ്ങളുടെ ഇൻകം ആണെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ആരൊക്കെ റിലേറ്റീവ്സ് എന്നാൽ അത് സ്പൗസ് ആവാം, മൈനർ ചൈൽഡ് ആവാം, ഡോട്ടർ ഇൻ ലോ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ചില കേസുകൾ. നമുക്ക് ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. നമുക്ക് കാര്യമായിട്ട് വേണ്ടത് 2 ആൾക്കാരാണ്. ഒന്ന് സ്പൗസും എന്താണ് യെസ് മൈനർ ചൈൽഡുമാണ്. ഓക്കെ, റെഡി. അപ്പോൾ അതിൽ നമുക്ക് യെസ് 2 ആൾക്കാരെ കാര്യം പറയാണ്ട്, ഒന്ന് പറയാനുള്ളത് ആരാണ്, സ്പൗസാണ്. മറ്റൊന്ന് പറയാനുള്ളത് ആരാണ്, മൈനർ ചൈൽഡാണ്. അപ്പോൾ ആദ്യം ഞാൻ മൈനർ ചൈൽഡിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. സോ മൈനർ ചൈൽഡിൻ്റെ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ ഒരാൾ ആ കുട്ടിയുടെ പേരിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഒരു പൈസ ഇട്ടു, സേ 1 ലക്ഷം ഇട്ടു. 8% പലിശയാണെങ്കിൽ എത്ര കിട്ടും, 8000 ആണ് കിട്ടുക. ഈ കുട്ടിയുടെ പേരിലാണ്, ഈ ചെറിയ കുട്ടിയുടെ പേരിലാണ് എടുത്തത്. ഇപ്പോൾ 8000 ഇത് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക, ഈ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക, ആണല്ലോ അല്ലേ, ഈ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക. പക്ഷേ ഇത് ആരുടെ ഇൻകമാണ്, ആക്ച്വലി ഇത് എയുടെ ഇൻകമാണ്. എന്താ കാരണം ഈ 1 lakh ആരുടെയാ, എയുടെ ആണല്ലോ അല്ലേ. സോ ദിസ് ഇസ് എ ആണെന്ന് വിചാരിച്ചു, ഇത് എ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എയുടെയാണ് ഈ 1 lakh. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 1 lakh കൊണ്ട് ഉണ്ടാക്കിയ ഇൻകം ആരുടെയാണ്, എയുടെയാണ്. സോ ദിസ് ഇൻകം വിൽ ബി ആഡഡ് ടു ദ ഇൻകം ഓഫ്, ദിസ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ടു ദ ഇൻകം ഓഫ് മിസ്റ്റർ എ. ഓക്കെ അല്ലേ. സോ ഇതൊക്കെ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ ആളുകൾ ഒപ്പിക്കും. അപ്പം സൂത്രപ്പണികൾ മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ എല്ലാം കള്ളത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ നോർമലി ആളുകൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചിലർക്ക് ഡൗട്ട് വരും, സാറേ 2 പാരൻസ് ഇല്ലേ, ഇപ്പം 2 പാരൻസ് വരുമ്പോൾ ആരുടെ കയ്യിലാണ് ഇത് ടാക്സ് ചെയ്യപ്പെടുക. അപ്പോൾ ചിലർ പറയും, എന്താ ഈ 1 ലക്ഷം ആരാണോ ഇട്ടത് അയാൾ. അപ്പോൾ ആരാ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും അല്ലേ. യെസ്, ഈ 1 ലക്ഷം ചിലപ്പോൾ എ ആണ് ഇട്ടതെങ്കിലും അത് 1 ലക്ഷം ചിലപ്പോൾ ഇടാൻ വേണ്ടി കൊടുത്തത് ആരായിരിക്കും, ബി ആയിരിക്കും, മീൻസ് അയാളുടെ ഭാര്യ സ്പൗസ് ആയിരിക്കുമല്ലോ അല്ലേ. ആ 1 ലക്ഷത്തിൽ ചിലപ്പോൾ 50,000 അയാളുടെ സ്പൗസിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിക്കൂടെ, ആവാം. അങ്ങനെ വരുമ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അവരെപ്പോഴും അവരുടെ ബെനിഫിറ്റല്ലേ നോക്കുള്ളൂ. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യം എന്താ, ആരുടെ ഇൻകമാണോ കൂടുതൽ, പാരൻറ്റ് ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ, ആരുടെ ഇൻകമാണോ കൂടുതൽ അയാളുടെ പേരിലായിരിക്കും, അയാളുടെ ഇൻകത്തിന് കൂടിയായിരിക്കും ആഡ് ചെയ്യപ്പെടുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, കാരണം ഒരാളുടെ ഇൻകം കൂടുതലാണെങ്കിൽ അയാൾ വലിയ ടാക്സ് റേറ്റിലാണ് വരിക, വലിയ ടാക്സ് സ്ലാബിലാണ് അയാൾ വിടുക, 30%ലേക്കും വിടുക. അപ്പോൾ 30%ലേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ മേലെ ടാക്സ് ചെയ്യപ്പെടുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ഇൻകം കിട്ടും. സോ അവരെപ്പോഴും പ്രിഫർ ചെയ്യുക എന്താ, ഇറ്റ് വിൽ ബി ആഡഡ് ടു ദ പാരൻസ് ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ. ഓക്കെ ആണോടാ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യെസ്, മൈനർ ചൈൽഡിന് ഒരു 1600 രൂപ എക്സംഷൻ ഉണ്ട് കേട്ടോ. ഒരു പെർ ചൈൽഡ് ഒരു 1600 രൂപ എക്സംഷൻ ഉണ്ട്, 2 കുട്ടികൾ വരെ, 4 to 2 children കേട്ടോ. 2 കുട്ടികൾ വരെ 1600 രൂപ എക്സംഷൻ എന്താണ് ഉണ്ട്. 1600 രൂപ എന്ത് അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഓക്കെ. അപ്പോൾ ഈ 8000 ഉണ്ട്, 8000ത്തിൽ 1600 രൂപ കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് അടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഓക്കെ ആണോടാ. യെസ്. അടുത്ത നോക്കിയോ. ഇനി അതിനകത്തൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ കുട്ടി ഇത് ഏൺ ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ടാലൻറ്റ്, ഫിസിക്കൽ സ്കിൽ അല്ലെങ്കിൽ ടാലൻറ്റ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ, അങ്ങനെയാണ് ചെയ്തതെങ്കിൽ എന്താണ് ഇത് ഇത് എന്തല്ല, ഇത് ആരുടെ ഇൻകമാണ്, കുട്ടിയുടെ ഇൻകമായിട്ടാണ് കരുതപ്പെടുക. അപ്പോൾ അത് ടാക്സബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പോൾ അതെന്ത് ചെയ്യില്ല, നോട്ട് ടു ബി ക്ലബ്, അത് ക്ലബ്ബ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. അത് ആരുടെ ഇൻകമായിട്ട് കൂട്ടില്ല, പാരൻറ്റിൻ്റെ ഇൻകമായിട്ട് കൂട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ, ഇപ്പം ഒരുപാട് സിംഗിങ് കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ ടി വിയിലൊക്കെ ഉള്ള, അപ്പോൾ ടോപ്പ് സിംഗർ എന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
അപ്പോൾ അത്തരം കോമ്പറ്റീഷൻസിൽ ഈ കുട്ടികൾ പങ്കെടുത്ത് അവർക്ക് പ്രൈസ് കിട്ടുമ്പോൾ അല്ലേ, ആ പ്രൈസ് എന്താണ് നമ്മൾ പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല. കാരണം അവരുടെ ടാലൻറ്റ് വെച്ച് ഉണ്ടാക്കിയ പ്രൈസാണ്. ഓക്കെ ആണോ അല്ലോടാ? യെസ്. ഓക്കെ, ഇനി സ്പൗസിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ടിലെ ഏതെങ്കിലും ഒന്ന് വരാൻ നല്ല സാധ്യതയുണ്ട്. സ്പൗസിലേക്ക് വരിക വെച്ചാൽ 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ നമ്മൾ ഒരു സ്പൗസിനൊരു എന്താണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കി. ആ ഇൻകം ശരിക്കും ആരുടെ പേരിലാണ് ചെയ്യേണ്ടത്? ആരാണോ ട്രാൻസ്ഫർ ചെയ്തത്, എ ആണെങ്കിൽ എയുടെ പേരിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ അസറ്റ് ട്രാൻസ്ഫർ ഇല്ലടാ, ഈ അസറ്റ് ട്രാൻസ്ഫർ ഇവരുടെ സെപ്പറേറ്റ് ആവുന്നതിനനുസരിച്ച്, അതായത് ഇവർ ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് എന്താണ് ജീവിക്കുന്നത്. സോ സെപ്പറേറ്റ് ലിവിങ്ങിലാണ് ഇവരെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻ്റ് ഓഫ് ടേംസ് ഓഫ് സെപ്പറേറ്റ് ലിവിങ്, അതായത് ഈ ഡിവോഴ്സ് അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബേസിലാണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻകം ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ആ ഇൻകം ആരുടെ പേരിൽ ചെയ്യൂല? നമ്മുടെ ട്രാൻസ്ഫറുടെ പേര്, ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ പേരിൽ എന്ത് ചെയ്യില്ലാവില്ല. കാരണം ഇവർ വേറെ വേറെ ജീവിക്കുകയാണ്. സോ അത് ആരുടെ പേരിലാണ് രേഖപ്പെടുത്തുക? അത് ആരാണോ അസറ്റ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് അയാളുടെ പേര്, സ്പൗസിൻ്റെ പേരിലാണ്, മറ്റേയാളുടെ പേരിൽ അല്ല. എക്സെപ്ഷൻസ് ആണ് ഞാനിത് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് ഈ ആൾ മിസ്റ്റർ ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ സ്പൗസിനെ അയാളുടെ ഫേമിലേക്ക് എന്ത് ചെയ്തു? റെമ്യൂണറേഷനിൽ ഹയർ ചെയ്തു. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് ഹയർ ചെയ്തു. അപ്പം അങ്ങനെ ഹയർ ചെയ്തിട്ട് അത് ഭയങ്കര അടിപൊളി ഐഡിയ. എന്താ? ടാക്സ് കെട്ടിക്കാൻ. എന്താ സംഭവം? അതായത് ഒരാളുണ്ട്, അയാൾക്കൊരു ഫേമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി അയാൾ ആ ഫേമിന് ലാഭത്തിന് ഇത്ര ശതമാനം എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ആ ലാഭം കുറയ്ക്കാൻ എന്താ വഴി? എക്സ്പെൻസ് കൂട്ടിയാൽ മതി. എക്സ്പെൻസ് കൂട്ടാനുള്ളൊരു വഴിയാണ് എന്ത്? ഇല്ലാത്ത ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു പോസ്റ്റിലേക്ക് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുക. ആക്ച്വലി കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാനിപ്പം ഒരാൾ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ അയാൾ എന്ത് ചെയ്തു? അയാളുടെ സ്പൗസിനെ, അയാളുടെ വൈഫിനെയോ ഹസ്ബൻഡിനെ എന്ത് ചെയ്തു? അപ്പോയിൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു? റെമ്യൂണറേഷൻ കൊടുക്കുന്നു. ആ റെമ്യൂണറേഷൻ തിരിച്ച് അയാൾ തന്നെ മേടിക്കും. കാരണം ഇത് ഫേക്ക് അപ്പോയിൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. യെസ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാണ്, നിങ്ങൾ റെമ്യൂണറേഷനൊക്കെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ അപ്പോയിൻമെൻറ്റ്, അതായത് ആ വൈഫിന് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. എന്തിന്? ആ പോസ്റ്റ് വഹിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ജെന്യൂനാണ്. കാരണം അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ക്വാളിഫിക്കേഷനോടെ അത്യാവശ്യം ഐഡിയ ഉള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യില്ലടാ അല്ലേ? നമ്മളെ സ്പൗസിനെ യെസ് ഓഫ് കോഴ്സ് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാമല്ലോ. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് അയക്കാൻ തുടങ്ങിയത് അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ്? പ്രശ്നമില്ല, ജെന്യൂൻ ആയിട്ടുള്ള കേസാണ്. അല്ലാത്ത കേസുകളുണ്ടാവും ഒരു ഡായിപ്പിലൂടെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ എന്താണ്? പ്രൊഫഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇത് എങ്ങനത്തെ ഫേം ആയിരിക്കണം അറിയോ? ഇമ്പോർട്ടൻ്റ് ആണ്. 20% ഓർ മോർ പ്രോഫിറ്റ് ഷെയറിങ്. ഇതിന് പറയുന്ന പേര് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നാണ്. ഇതൊന്ന് നോട്ട് ചെയ്യണേ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ആ ഫേമിലുണ്ടെങ്കിൽ, അതായത് 20% താഴെയാണെങ്കിൽ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. കാരണം അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു അത്യാവശ്യം ആ ഫേമിലൊരു ഹോൾഡുള്ള ആൾക്ക് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അതിന് പറയുന്ന പേര്, ആ ഹോൾഡിന് പറയുന്ന പേര് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? ഗ്രേറ്റർ ദാൻ 20% എന്താണ്? പ്രോഫിറ്റ് ഷെയർ ഓർ വോട്ടിംഗ് പവർ ഉള്ളതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലടാ? യെസ്. അപ്പോൾ 20% മേലെ പ്രോഫിറ്റ് ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അൺലെസ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇനി അതിൽ മറ്റ് ആൾക്കാർ ഡോട്ടർ ഇൻ ലോൻ്റെ ഒക്കെ സെയിം കേസ് ഉണ്ട്, അതിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. ഇനി മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നെന്താ? ക്രോസ് ട്രാൻസ്ഫേഴ്സ്, മറ്റൊന്നെന്താ? ബിനാമി ട്രാൻസാക്ഷൻ. ക്രോസ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ട്രാൻസാക്ഷൻ. അതായത് എ എന്ന് പറയുന്ന ഒരാൾ ബിയുടെ സ്പൗസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു തുക,
ഒക്കെ ഭയങ്കര ഐഡിയാസ് ആട്ടോ. ബിയുടെ സ്പൗസ് എന്ത് ചെയ്യുന്നു? ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബി എന്ത് ചെയ്യുന്നു? എയുടെ സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. എയുടെ സ്പൗസ് തിരിച്ചെന്ത് ചെയ്യുന്നു? എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി അന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിച്ചിട്ട് ഇത് ആരുടെയും ഇൻകം അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ദാറ്റ് ഈസ് ക്രോസ് ട്രാൻസ്ഫേഴ്സ് ഓർ ഇൻ്റർ കണക്റ്റഡ് ട്രാൻസ്ഫേഴ്സ്. ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനെയാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുക. ഓക്കെ അല്ലടാ? ഓക്കെ. ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ഒരു രീതിയാണ്. ബിനാമി ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് പറയേണ്ടത്. ഒരാളുടെ പേരിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ അല്ലാത്ത ഒരാളുടെ പേരിൽ സ്ഥലം വാങ്ങി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി അല്ല അയാളുടെ പേരിലായിരിക്കും, പക്ഷേ വരുമാനം തിരിച്ച് ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അയാൾക്ക് അതിനൊരു പങ്കുണ്ടാവുമായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പാടാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആരുടെ ഇൻകമായിട്ട് ക്ലബ് ചെയ്യും? എയുടെ ഇൻകമായിട്ട് ക്ലബ്ബ് ചെയ്യും. ഓക്കെ അല്ലേടാ? സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത്? ക്ലബിങ് ഓഫ് ഇൻകം. ക്ലബിങ് ഓഫ് ഇൻകം ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. അതിന് മുന്നേ ക്ലബിങ് ഓഫ് ഇൻകത്തിൽ പോകുന്നതിന് മുന്നേ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ, അതിൽ വേറൊരു സെറ്റ് ഓഫിലോട്ട് പോകുന്നതിന് മുന്നേ അതിലൊരു ചെറിയൊരു സാധനം കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് നോക്കിക്കേടാ, ഡീംഡ് ഇൻകംസ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ്. ഈ രണ്ട് വാക്കുകളും നിങ്ങളൊന്ന് ഓർക്കണേ. ഒന്നെന്താണ്? ഡീംഡ് ഇൻകംസ്, മറ്റേതെന്താണ്? അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ്. ഇതിലേതെങ്കിലും വരാം. ഒന്നിക്ക് എന്ത് പറയാം? വാട്ട് ഈസ് ഡീംഡ് ഇൻകം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് പറയാം? വാട്ട് യു മീൻ ബൈ അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് എന്ന് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഡീംഡ് ഇൻകംസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഡീംഡ് ഇൻകത്തിനെ നമുക്ക് യെസ് ഒന്നാമത്തെ ഡീംഡ് ഇൻകം എന്താടാ? ക്യാഷ് ക്രെഡിറ്റ്. ഒന്നാമത്തെ ഡീംഡ് ഇൻകം എന്താണ്? ക്യാഷ് ക്രെഡിറ്റ്സ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? അനാവശ്യമായിട്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. മറ്റൊന്ന് എന്താണ്? അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഒരാൾ കുറേ ലാൻഡ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ കുറേ ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. യെസ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സംശയം, ഇവനെ കിടന്ന പെട്ടെന്ന് ലാൻഡ് കൂട്ടി വെക്കുന്നത്. അപ്പോൾ അതേ സംശയം തന്നെ ആർക്ക് വരും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് എവിടുന്ന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എവിടുന്ന് കിട്ടി? നിങ്ങളുടെ വരുമാനത്തിൻ്റെ സോഴ്സ് കാണിക്കൂ. അപ്പോൾ സോഴ്സ് കാണിക്കാൻ പറ്റിയെങ്കിൽ എന്താ? ഓക്കെയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ ഓക്കെ. പക്ഷേ അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ത്? അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ താവഴി കിട്ടിയതായിരിക്കാം. സോ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? അയാൾക്ക് വരുമാനം ലഭിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലേ യെസ്. മറ്റൊന്നെന്താണ്? അൺഎക്സ്പ്ലെയിൻഡ് മണി. അത് മണി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തും ആവാണ്ടോ. മണി എന്ന് പറഞ്ഞാൽ ക്യാഷ് തന്നെ ആവണമെന്നില്ല. പെട്ടെന്ന് എന്താണ്? കുറേ ഗോൾഡ് നമ്മുടെ കയ്യിൽ കുന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇവർ കണ്ടെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. വെരി ഇമ്പോർട്ടൻ്റ്. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? അതായത് ഒരാൾ പെട്ടെന്നുണ്ട് ഒരു ഫെരാരി കാർ വാങ്ങി. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും ഇത് എവിടെ നിന്ന് പൈസ കിട്ടി? അതേപോലെ തന്നെ ആരും ചോദിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും, ഇവൻ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നു, ഇവൻ ഫോറിൻ ടൂർ പോകുന്നു, ഫെരാരി കാർ വാങ്ങുന്നു, അപ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചറിനുള്ള പണം എവിടെ, അതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ആര് ചോദിക്കും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ. ഈ വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഎക്സ്പ്ലെയിൻഡ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്തത് അതിനകത്ത് ഒരു സാധനം കൂടി ഉണ്ട്, ഹുണ്ടി ട്രാൻസാക്ഷൻസ്. എന്താണ് ഹുണ്ടി ട്രാൻസാക്ഷൻസ് എന്നാൽ ഇൻട്രസ്റ്റ് ഫ്രം ഹുണ്ടി കേട്ടോ. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു നമ്മളെ കുറിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. യെസ്. അപ്പോൾ അതൊക്കെ ഡീംഡ് ഇൻകം ആയിട്ടാണ് കരുതപ്പെടുക കേട്ടോ. ഷെയർ ഓഫ് എ മെമ്പർ ഫ്രം AOP ഓർ BOI, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനോ കിട്ടുന്ന ഷെയർ, അതും ഡീംഡ് ഇൻകം ആയിട്ടാണ് കരുതപ്പെടുന്നത്. സോ ഷെയറിനെ എസ് എന്നും ഈ പോയിന്റ് എസ് എന്നും ഇതിനെന്ത് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. സോ നമുക്ക് ഇതിനൊരു ഷോർട്ടായിട്ട് ഞാനിവിടെ ഒരു വാക്ക് ഇവിടെ തരുന്നുണ്ട്. ചൈംസ് എന്നാണ് ഷോർട്ട്. ഓരോന്നോരോന്ന് എന്താണെന്ന് പറയാം. C സ്റ്റാൻഡ്സ് ഫോർ ക്യാഷ് ക്രെഡിറ്റ്, H സ്റ്റാൻഡ്സ് ഫോർ ഹുണ്ടി,
I stands for unexplained investments, M stands for unexplained money, E stands for unexplained expenditure, and S stands for share of a member from AOP or BOI. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചോ, മനസ്സിലായെങ്കിൽ അപ്പം എന്ത് ചെയ്തോ, തമ്പിട്ട് പോയിക്കോ. യെസ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കുറച്ചധികം എന്ത് ചെയ്യാണ്ട് ഇത് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം യെസ്, അപ്പോൾ ഇൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി, വാട്ട് യു മീൻ ബൈ ഇൻട്രാ ഹെഡ് ആൻഡ് ഇൻട്രാ ഹെഡ്. ഇത് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നമ്മൾ താഴെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാ ഹെഡും ഇൻട്രാ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻട്രാ മീൻസ് ഒരു സോഴ്സിൽ നിന്ന് ആ സോഴ്സിൽ തന്നെയുള്ള മറ്റ് ഇൻകം, അതായത് സെയിം സോഴ്സ്. സോ ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ സെയിം സോഴ്സ്. സെയിം സോഴ്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യാം, ഒരു ലോസിനെ സെറ്റ് ഓഫ് എന്താണെന്ന് ആദ്യം നമുക്ക് പറയാം അല്ലേ, ചിലർക്ക് അത് അറിയാത്ത ആൾക്കാരുണ്ടാവും. സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ അവിടെ ലോസില്ലേ, നമുക്ക് വരുന്ന ലോസ്, നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ലാഭം കിട്ടി, ഒരു സ്ഥലത്തു നിന്ന് ലോസ് കിട്ടി. അപ്പോൾ 1,00,000 ലാഭം, 80,000 നഷ്ടം. അപ്പോൾ ഈ 80,000 നഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ 1/80 കുറച്ച് ബാലൻസ് എത്ര കൊടുത്താൽ മതി, 20,000 നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അതിന് പറയുന്ന പേരാണ് സെറ്റ് ഓഫ്. എന്താണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ 1,00,000 ലാഭം, 1,30,000 നഷ്ടം. ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടം. അപ്പം ഈ 1,30,000 മൊത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനില്ലല്ലോ ലാഭത്തിലേക്ക്, 1,00,000 അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ബാലൻസ് വരുന്ന 30,000 ഇല്ലേ, അത് നമുക്ക് ഭാവിയിലേക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് എന്ത് ചെയ്യാം, ക്യാരി ചെയ്യാം. അതിന് പറയുന്ന പേരാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. സോ സെറ്റ് ഓഫ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് സോഴ്സ്, അതായത് ഒരു സോഴ്സിൽ നിന്ന് മറ്റേ സോഴ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഹെഡ് സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഹെഡ്സ് ഓഫ് ഇൻകം, ഹെഡ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാണ് പറഞ്ഞത്, അത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ നോക്കട്ടെ. സാലറി, ഹൗസ് പ്രോപ്പർട്ടി അല്ലേ, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്. അപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ്, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കേടാ, യെസ്, ഓക്കെ, ശരി, മുന്നോട്ട് പോയാലോ അങ്ങനെയാണെങ്കിൽ? യെസ്, ഓക്കെ. അപ്പോൾ ഇതൊരു തിയറി ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ സാധനം എന്താ ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വെരി സിമ്പിളാണ്. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇല്ലടാ, അത് ഏത് ഹെഡിനോട് വേണേൽ സെറ്റ് ഓഫ് ചെയ്യാം, ഇൻക്ലൂഡിങ് സാലറി കേട്ടോ. ഇത് ഓൾഡ് റെജീമാണ്, ന്യൂ റെജീമിൽ അത് പറ്റൂല. നമ്മളിപ്പം ടെക്സ്റ്റിലൊക്കെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓൾഡ് റെജീമാണ്, ന്യൂ ടാക്സ് റെജീമിൽ അത് പറ്റില്ല. സോ നമുക്കത് നോക്കണ്ട, തൽക്കാലത്തേക്ക് അത് വിട്ടേക്കാം. ഹൗസ് പ്രോപ്പർട്ടി, കാരണം നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ ടെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക, ഈ സാധനം ഈ ഒരു സ്ലൈഡ്സ് ഫോക്കസ് ചെയ്യുക. ഓക്കെ അല്ലടാ? അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇല്ലേ, സോ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നിങ്ങൾക്ക് എന്താണ്, ഏത് ഹെഡിനോട് വേണമെങ്കിലും എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം, ഇൻക്ലൂഡിങ് സാലറി ഉൾപ്പെടെ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഒരു വർഷം 2,00,000 വരെയാണ് ഏറ്റവും മാക്സിമം. യെസ്, ഓക്കെ. അത് എത്ര വർഷം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ് പീരീഡാണ്. ചിലർക്ക് കൺഫ്യൂഷൻ, ഞാൻ അവിടെ എഴുതണോ, ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പീരീഡാണ്. ഓക്കെ. ഭാവിയിലേക്ക് നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം, 8 വർഷം വരെ എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഭാവിയിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭാവിയിൽ സെറ്റ് ഓഫ് ചെയ്യുന്നത് ഏതിനോടെയാണ്, അവിടെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു ഏത് ഹെഡിനോട് വേണം സെറ്റ് ഓഫ് ചെയ്യാം, സെയിം ഇയർ ആണെങ്കിൽ. പക്ഷേ ഫ്യൂച്ചർ ഇയർ ആണെങ്കിലോ അതിൻ്റെ കൂടെ സെയിം ഹെഡിനോടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരുവിധം എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം ചിലപ്പം പലതിനും കൂടി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷേ ഭാവിയിൽ സെയിം ഹെഡിനോടെ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെയാണ്. അടുത്തതിലോട്ട് പോയാലോ? ഓക്കെ, യെസ്. നോക്കിക്കേടാ, അടുത്ത നോക്കിയോ. ബിസിനസ് ലോസ്. ബിസിനസ് ലോസ് നമുക്ക് ഏത് ഹെഡിനോട് വേണം സെറ്റ് ഓഫ് ചെയ്യാം, എക്സെപ്റ്റ് സാലറി. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സെപ്റ്റ് സാലറി. ഓക്കെ. ഭാവിയിലോ ബിസിനസ് ഇൻകത്തിനോട് മാത്രമേ പറ്റുള്ളൂ. നോട്ട് ചെയ്യുക, ഭാവിയിൽ എപ്പോഴും സെയിം ഹെഡിനോട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഇതേപോലെ തന്നെയാണ് അതർ സോഴ്സസിൻ്റെ ലോസ്. നോക്കിക്കേ, അതർ സോഴ്സസിൽ നിന്ന് വരുന്ന ലോസും അങ്ങനെ തന്നെയാണ്. ഏത് ഹെഡിനോട് വേണം സെറ്റ് ഓഫ് ചെയ്യാം, എക്സെപ്റ്റ് സാലറി. യെസ്.
ഭാവിയിൽ പക്ഷേ സെയിം ഹെഡ് മാത്രമേ പറ്റുള്ളൂ. സോ ബിസിനസ് ലോസും ഇതും എന്താണ്, സെയിം ആണ്. ഇനി ബിസിനസ് ലോസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ ബിസിനസ് ലോസ് ഉണ്ട്, ഒന്ന് സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ഉണ്ട്. സ്പെക്കുലേഷൻ ബിസിനസ് ലോസിലടാ അത് ഇപ്പോൾ പോലും സ്പെക്കുലേഷൻ ബിസിനസ് എനിക്ക് അതിനോട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് ഇൻട്രാ ഹെഡാണെന്ന് മാത്രമല്ല, ഇൻട്രാ ഹെഡിൽ തന്നെ അതേ സോഴ്സ് ആണെങ്കിൽ, അത് ഒരേ ഇൻകം ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് അതേ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോഴും അതെ, ഭാവിയിലും അതെ. ഇത് മാത്രം എന്താണ് 4 years ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ 8 years ആണ്. സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് മാത്രം 4 വർഷത്തേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത രണ്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം ക്യാപിറ്റൽ ലോസും. 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ലോസസ് ഉണ്ടാവാമല്ലോ. അതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെയിം ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടിയോടെ പറ്റില്ല, ബിസിനസ് ഇൻകത്തിനോട് പറ്റില്ല, ഒന്നിനും പറ്റില്ല. പക്ഷേ സെയിം ഹെഡിൽ രണ്ടിൻ്റെയും കൂടി പറ്റും. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കൂടി പറ്റും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കൂടി പറ്റും. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ മാത്രമേ പറ്റുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ പറ്റില്ല. നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണോടാ? അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിലും പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. ഇപ്പോഴേ റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ഫ്യൂച്ചറിലും പിന്നെ റെസ്ട്രിക്ഷൻ ഉണ്ടാവുമല്ലോ. ഇനി ഇത് വിന്നിങ് അല്ല കേട്ടോ, ഇത് ലോസ് ആണ്. യെസ്, വിന്നിങ് ഫ്രം ലോട്ടറീസ് അല്ല കേട്ടോ, അത് ലോസ് ഫ്രം ലോട്ടറീസ്. ഓക്കെ, ലോട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ റേസിൽ നിന്ന്, ഹൗസ് റേസസ് നിന്ന്, അല്ലെങ്കിൽ ബെറ്റിങ്സ്, നമ്മുടെ നാട്ടിൽ നിന്ന് അത്ര ഫെമിലിയർ അല്ല, പക്ഷേ പുറമേക്ക് ഈ ഹോഴ്സ് റേസസ് ഉണ്ടാവും. സോ ഹോഴ്സ് റേസസിലൊക്കെ ഭയങ്കര ബെറ്റിംഗ് വരുന്ന സ്ഥലമാണ്. സോ ബെറ്റിങ്സ് അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താണ് പല സ്ഥലത്തും ബെറ്റിംഗ് ചെയ്യുക, ഡ്രീം ലെവൽ എന്നൊക്കെ പറഞ്ഞ ആപ്പുകൾക്കൊക്കെ ബെറ്റിംഗ് ചെയ്യുമല്ലോ. സോ അങ്ങനെ ബെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം നിങ്ങൾക്ക് ഏതെങ്കിലും ലാഭത്തിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? നിങ്ങൾ സാലറിയോടെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ ലാഭത്തിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്തിന്? ആ നഷ്ടം അതിൻ്റെ ലാഭത്തിനോടെ പോലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബെറ്റ് ചെയ്ത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലാഭം കിട്ടി, പിറ്റേ ദിവസം ബെറ്റ് ചെയ്ത് നിങ്ങൾ 8 ലക്ഷം രൂപ നഷ്ടം വരുത്തി. അപ്പം നിങ്ങളെ നെറ്റ് ലാഭം എത്രയാ? 10-ന്ന് 8 കുറച്ച് എത്രയാ? 2 അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ 2 ലക്ഷത്തിന് മേലെ ടാക്സ് അടച്ചാൽ മതി. അല്ല, നിങ്ങൾ എത്രയാണ് അവിടെ ജയിച്ചത്? 10 ലക്ഷം അല്ലേ? ആ 10 ലക്ഷത്തിന് മേലെ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? എന്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല? നഷ്ടം നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. യെസ്, അതിൻ്റെ ലാഭത്തിൽ നിന്ന് പോലും, ലാഭത്തിൻ്റെ കൂടെ പോലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഹെഡ്, സെയിം ഹെഡ്, ഓർ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഈവൻ സെയിം സോഴ്സ് ഓഫ് ഇൻകം. അതേ ഇൻകം സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിൻ്റെ കൂടെ പോലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. യെസ്, അപ്പോൾ ഇതോടെ എന്ത് കഴിഞ്ഞു? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് കഴിഞ്ഞു. അതിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു സാധനം കൂടിയുണ്ട്. അത് ബിസിനസ്സിലാണ് വരിക കേട്ടോ. സോ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അത് ഞാനിവിടെ നിന്ന് എഴുതി വയ്ക്കുകയാണ്. യെസ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. യെസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ വർഷത്തെ അബ്സോർബ് ചെയ്യാത്ത, സോ അതിന് ഈ വർഷം തന്നെ എന്തായാലും സെറ്റ് ഓഫ് നടക്കില്ല, അത് ഭാവിയിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. സോ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ചിലപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചേക്കാം കേട്ടോ. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് എത്ര കാലത്തേക്ക് വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാം. ആൻഡ് അത് നമുക്ക് ഏത് ഇൻകത്തിൻ്റെ കൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ഭാവിയിൽ. സോ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഹെഡ്. നോട്ട് ചെയ്യുക, ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഹെഡ്. ഓക്കെ അല്ലേടാ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോർഷൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ത് ചെയ്യാം? നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻസിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ സെറ്റ് ഓഫിൻ്റെ ഒരു പോർഷനും കൂടി ഒന്ന് ഡീൽ ചെയ്യാണ്ട്, എന്താണ് ബിസിനസ് ലോസസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ ഓർഡറാണ്. ആദ്യം നമ്മൾ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനിലോട്ടാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. സഡൻ ഡിപ്രീസിയേഷനാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. അതിനുശേഷം ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ബിസിനസ് ലോസസ് ആണ് സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം അൺഅബ്സോർബ്ഡ് എക്സ്പെൻഡിച്ചർ ഓൺ
സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. അതായത് ഇതും ഒരേപോലെയാണ്, ഇതും ഒരേപോലെയാണ്. ഒരു ഇത് രണ്ടിനും അൺഅബ്സോർബ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? യെസ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോടാ. യെസ്, ഓക്കെ ആണോ? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. യെസ്, സോ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. യെസ്, ഇൻകം ഫ്രം സാലറി. 2 ലക്ഷം രൂപ ഇൻകം ഫ്രം സാലറി ഉണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഹൗസ് എ, ഹൗസ് ബി, ഹൗസ് സി. അതിൽ ബിയും സി എന്താണ്? ലോസാണ് അല്ലേ? ബിയും സിയും ലോസാണ്. ഇൻകം ഫ്രം ബിസിനസ്, ഒന്ന് പ്രോഫിറ്റാണ്, മറ്റേത് ഡിപ്രീസിയേഷനാണ്. വീണ്ടും പ്രോഫിറ്റാണ്, പക്ഷേ ഇതെന്താണ്? സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആടാ. അത് നോട്ട് ചെയ്യുക, അത് സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. ഇത് 2 ലോസാണ്, ഇത് 2 ലോസാണ്, ഇത് 2 സ്പെക്കുലേഷൻ പ്രോഫിറ്റാണ്. ഓക്കെ, ആൻഡ് ഇത് 2 ഗെയിൻ ആണ്. അപ്പോൾ പ്രശ്നമല്ല, ഇത് 2 ഗെയിൻ ആണ്. യെസ്, ആൻഡ് ലോസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം പ്രിസീഡിങ് ഇയർ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോ. ക്യാരി ഫോർവേഡ് ലോസസ്, കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ലോസസ്. ബിസിനസ് ലോസ് 15,000 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ലോസ്, വീണ്ടും ഒരു ഹൗസ് പ്രോപ്പർട്ടി ലോസ് കൂടി വന്നു. കഴിഞ്ഞ വർഷത്തെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് കണ്ടോ നിങ്ങൾ? ഞാൻ എന്താ ചെയ്തത്? എല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എഴുതിയിട്ടുണ്ട്. 2 ലക്ഷം എന്താണ്? ഇൻകം ഫ്രം സാലറി 2 ലക്ഷം ഇവിടെയുണ്ട്. യെസ്, 40,000, 25,000 നഷ്ടം, 5,000 നഷ്ടം, അതൊക്കെ എഴുതി. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 20,000, കറണ്ട് ഡിപ്രിസിയേഷൻ, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എഴുതി. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാണ്ട്, ഇൻപുട്ട് ചെയ്യാണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ അല്ലേടാ? യെസ്, എല്ലാവരും നോക്കിയേ. ഹൗസ് പ്രോപ്പർട്ടി 3 ഓൾറെഡി ഈ വർഷമുണ്ട്. അതുപോലെ തന്നെ ക്യാരീഡ് ഫോർവേഡ് ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട് അല്ലേ? ക്യാരി ഫോർവേഡ് എന്ന് പറയാൻ പറ്റില്ല, അത് മുന്നോട്ടേക്കാണ്. അപ്പോൾ അതിന് നല്ലത് എന്താ? ബ്രോഡ് ഫോർവേഡ് എന്ന് പറയാം. ബ്രോഡ് ഫോർവേഡ് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്. ഇല്ലാടെ എത്രയായിരുന്നു? 8,000 ആയിരുന്നു. നോക്കിക്കേ. യെസ്, 8,000. സോ അത് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? കുറയ്ക്കാം. കുറച്ചതിന് ശേഷം ബാലൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ നോക്കിക്കേ, 40 25 കുറച്ചാൽ 15, 15 5 കുറച്ചാൽ 10, 10 8 കുറച്ചാൽ എത്രയാടാ? 2 രൂപ. ഓക്കെ അല്ലേ? അത് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലാഭം 2 രൂപയാണ്. സാറേ, സപ്പോസ് ഇത് നെഗറ്റീവായി, അപ്പോൾ എന്ത് ചെയ്യടാ? ഒന്നുമില്ല, അന്നേരം അത് സാലറിയിൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. നെഗറ്റീവ് എമൗണ്ട് ഇവിടെ എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ പരിപാടി. അടുത്ത നോക്കിയോ, സെയിം ഇയറിന് ഞാനിവിടെ എഴുതുന്നു. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആൻഡ് കറണ്ട് ഡിപ്രിസിയേഷൻ എത്രയാടാ? 1 ലക്ഷം അല്ലേ? 20,000 കുറച്ച് എത്രയാണ്? 1 ലക്ഷം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് ആണെന്ന് അറിയാമല്ലോ അല്ലേ? 1 ലക്ഷം. അതിനുശേഷം എന്തോ ഒരു ബിസിനസ് ലോസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ 15,000 ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡ് ഉണ്ട്. സോ അതും കൂടി ഞാൻ എഴുതി കഴിഞ്ഞാൽ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് എത്രയാടാ? 15,000 എഴുതി കഴിഞ്ഞാൽ ബാലൻസ് എത്രയാടാ? 85,000 അല്ലേടാ? കറക്റ്റ് അല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. യെസ്, കറക്റ്റ് അല്ലേ? കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ചിലർ വിചാരിക്കണം, സാറ് കഴിഞ്ഞിട്ടില്ലല്ലോ, സാർ എന്താ പുറത്തേതാ, ഇനിയൊരു സാധനം കൂടിയില്ലേ, അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എന്ന് ആലോചിക്കുന്നുണ്ടാവും. വേണ്ട, കാരണം സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ വേറെ തന്നെയാണ് കൺസിഡർ ചെയ്യുക. അത് എന്തിനോടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല? സാധാ ബിസിനസ്സിനോട് പറ്റില്ല. ഓക്കെ അല്ലേടാ? അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ യെസ്, അപ്പം നമുക്ക് നോക്കാം. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എത്രയാടാ? 10,000. വേണമെങ്കിൽ ആഡ് ചെയ്ത് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഞാനത് ഇവിടെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. ഓക്കെ, യെസ്. ഇനി അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എത്രയാടാ? 12ഉം 18ഉം എത്രയാണ്? 30,000 വരിക ആണല്ലോ. യെസ്, പക്ഷേ അതിലെന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? എന്താണ്? 10,000 രൂപ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അല്ലേ? ഇതെന്താടാ? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അതെന്തിനൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എത്രയാടാ? 10,000 ആയിരുന്നു. യെസ്, 10,000. 10,000 അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 18 10 കുറച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നെറ്റ് എത്രയാണ്? 8,000. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 12. സോ 8ഉം 12 എത്രയാണ്? 20,000 വരിക. യെസ്,
20,000 രൂപ. ഓക്കെ, സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എത്രയാണ്? 20,000. അതർ സോഴ്സസ് ഇല്ല, പക്ഷേ ഞാൻ വെറുതെ മനഃപൂർവ്വം കൊടുത്തതാണ്. കാരണം നമ്മൾ 5 ഹെഡ്സ് ഉണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒന്നെന്താണ്? സാലറി, പിന്നെന്താണ്? ഹൗസ് പ്രോപ്പർട്ടി, പിന്നെന്താണ്? ഇൻകം ഫ്രം ബിസിനസ്, പിന്നെന്താണ്? ക്യാപിറ്റൽ ഗെയിൻ, പിന്നെന്താണ്? അതർ സോഴ്സസ്. അപ്പോൾ 5 ഹെഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ പിന്നെ നമുക്കൊന്നും മിസ്സാവില്ല. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നിങ്ങളെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ, ഇത് ക്വസ്റ്റ്യൻ 1 ആണ്. ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോടാ? സോ ഇതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. ഇത് നിങ്ങൾക്ക് സെറ്റല്ലേ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഒന്ന് തമ്പടിച്ചേ. യെസ് മക്കളെ, യെസ്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, ഒരു പോർഷനാണ്. ദാറ്റ് ഈസ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. വെരി ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ 6A എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിൽ ഒരുപാട് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചാപ്റ്റർ 6A എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഡിഡക്ഷൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 80C തൊട്ട് സെക്ഷൻ 80U വരെയുള്ള ഡിഡക്ഷൻസാണ് നിങ്ങൾക്ക് നമ്മൾ കൈകാര്യം ചെയ്യുക. സോ അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ഡിഡക്ഷൻസ് ഇല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ ഡിഡക്ഷൻസ്, അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ചിലർ ചോദിക്കും, സാറേ എന്താണ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം? ഒന്നുമില്ലടാ, ആ 5 ഹെഡ്സ് ഇല്ലേ, 5 ഹെഡ്സ് ഓഫ് ഇൻകം, ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ അല്ലേടാ? പെർഫെക്റ്റ്. അവിടെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ചില കുട്ടികൾ ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ ഇൻകം ഫ്രം സാലറി 2 ലക്ഷം ഉണ്ടല്ലോ സാറേ, സാലറിയിൽ ചില ചോദിക്കുന്ന ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. സാലറിയിൽ നമുക്ക് ഇങ്ങനൊരു പരിപാടിയില്ലേ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കണ്ടേ? യെസ്, 50,000 കുറയ്ക്കണം. 50,000 കുറയ്ക്കണം. അപ്പോൾ 50,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2,50,000 കുറച്ച് എത്രയായിട്ടോ 1.5 കിട്ടുമെന്ന് ചിലർ ചോദിക്കും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഗ്രോസ് സാലറി എന്നല്ല കൊടുത്തത്, ഇൻകം ഫ്രം സാലറി എന്ന് കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം ആ 50,000 കുറച്ചതിന് ശേഷമുള്ള ഇൻകം ആണെന്നാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലുണ്ട്. അതെല്ലാവർക്കും അറിയില്ല അല്ലേ? ഹൗസ് പ്രോപ്പർട്ടിയിൽ റെൻറ്റിൽ നിന്ന് 30%, റെൻ്റ് എത്രയാണോ അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം ഇവിടെ റെൻ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി എന്നുള്ളൂ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. 80C, സെക്ഷൻ 80C എന്ന് പറയുന്ന സെക്ഷനിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ്. ഇതിൽ ഫാമിലിക്കുള്ള എന്താണ് പ്രീമിയമാണ് കൂട്ടുള്ളൂ. ഫാമിലി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടുന്ന പറഞ്ഞാൽ സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ. പാരൻസ് പെടൂല. ഓക്കെ, സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ. അപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് എന്ത് തരും? ഡിഡക്ഷൻ തരുന്നതാണ്. ഇനി നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ട്യൂഷൻ ഫീസ് കൊടുത്താൽ ശ്രദ്ധിക്കണം, മറ്റ് ഡൊണേഷൻസ് മറ്റ് ഫണ്ടുകളിലേക്ക് അടച്ചാതൊന്നും പറ്റില്ല. ട്യൂഷൻ ഫീസ് കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ് നമുക്ക് ഇവിടെ എന്താണ് ഇത് കിട്ടും. ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഇനിയൊക്കെ ഫുള്ള് ഫണ്ടുകളും ഡെപ്പോസിറ്റ്സാണ്. വെരി സിമ്പിളാണ്. ഇതൊക്കെ എന്താണ് നമുക്ക് ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സേവിങ്സ് എന്ന് പറയാം. പ്രൊവിഡൻറ്റ് ഫണ്ട്, സൂപ്പർ അന്വേഷണ ഫണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, NSC എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? അതിന് ഇൻട്രസ്റ്റും. ELSS UPP, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം. യൂലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. മ്യൂച്വൽ ഫണ്ട്, അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? സേവിങ്സ് ആണ്. അതൊക്കെ എന്താണ്? 80Cയിൽ അലൗഡ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ ഒക്കെ സേവിങ്സ് ആണ്. സോ ഇതൊക്കെ നമുക്ക് സേവിങ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? നമുക്ക് 80Cയിൽ പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. ഇനി നമ്മൾ വീടും നമുക്കൊരാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഹൗസിംഗ് ലോണിനെ റീപേയ്മെൻറ്റ് ചെയ്താൽ, അതായത് ശ്രദ്ധിക്കണേ, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് വേറെയാണ് വരിക കേട്ടോ.
ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് വേറെ സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾക്ക് കിട്ടും. ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ATCയിലാണ് പെടുക. ഓക്കെ അല്ലേടാ? യെസ്. വേറെ എന്താ നമ്മൾ വിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, പെർഫെക്റ്റ്. എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് പറയാനുണ്ട്. അത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അതായത് നിങ്ങൾ എത്രയാണോ സം എഷ്യൂർ ചെയ്തിരിക്കുന്നത്, അതായത് ഇൻഷുറൻസിന് എമൗണ്ട് സേ ഒരു 5 lakhs ആണെങ്കിൽ 5 lakhsൻ്റെ 10%, 50,000 വരെ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതിന് മേലേക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്നല്ല, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതിന് മേലേക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. സോ സം എഷ്യൂർഡ് ഇപ്പോൾ 2 lakhs ആണെങ്കിൽ 2 lakhsൻ്റെ 10% 20,000 വരെ മാത്രമേ മാക്സിമം ഡിഡക്ഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ ആണല്ലോടാ? യെസ്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. സോ 2 പോയിൻ്റാണ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നെന്താണ്, ആർക്കാണ് ഇൻഷുറൻസ് ഡിഡക്ഷൻ കിട്ടുക, മറ്റൊന്ന് സം എഷ്യൂർഡിൻ്റെ 10%. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പോവാം. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ ATC. ATCയിൽ എന്തൊക്കെയാണ് വരിക? 30,000 കോൺട്രിബ്യൂട്ടഡ് ടു റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് വരില്ലേ? വരും. RPF വരും. ഡെപ്പോസിറ്റ് ഇൻ PPF വരും. ULIP വരും. നാഷണൽ സേവിങ്സ് വരും. ഇൻട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിന് ഇൻട്രസ്റ്റും വരും. യെസ്. പ്രിൻസിപ്പൾ വരും. ലൈഫ് ഇൻഷുറൻസ് വരും അല്ലേ? പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഒരു കാര്യമുണ്ട്, 10% വരുള്ളൂ. അപ്പോൾ എന്താണ്? യെസ്. 20,000ൻ്റെ 10%, 2 ലക്ഷം അല്ലേ? 2 ലക്ഷത്തിന് 10% എത്ര? 20,000. ഇവിടെ എത്രയാണ് ഇൻഷുറൻസ്? 18,000 പ്രീമിയം ഉള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്, അതിൻ്റെ താഴെയാണ്, കുഴപ്പമില്ല. ഓൺ ലൈഫാണ്, അപ്പോൾ ഓക്കെയാണ്. 12,000 പെയ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് എ സ്പൗസ്, അതും ഓക്കെയാണ്. അത് സമ്മേഷോട് അവിടെ പറയുന്നില്ല, അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും വരുമല്ലോ. യെസ്. ഡോട്ടറിലും വരും. സോ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ATCൻ്റെ ഡിഡക്ഷൻ കിട്ടി. ഓക്കെ അല്ലടാ? യെസ്. ഓക്കെ, പെർഫെക്റ്റ്. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 3 സെഷനിലോട്ട് പോവാണ്. ATCCC, ATCCD ആൻഡ് ATCCE. ATCCC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, പെൻഷൻ ഫണ്ടാണ് കേട്ടോ. ATCCDയും പെൻഷൻ ഫണ്ടാണ്. വേറെ ഒന്നാണ്, എന്താണ്? നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ATCCD 1 ആണിത്. ATCCD 2 ഉണ്ട്, അത് നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട. ATCCE എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക? സീലിംഗ് ലിമിറ്റാണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താലോ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സീലിംഗ് ലിമിറ്റ് ഓഫ് ATC പ്ലസ് ATCCC പ്ലസ് ATCCD1, ഇത്രയാണ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സീലിംഗ് ലിമിറ്റ് കണക്കാക്കേണ്ടത്. സീലിംഗ് ലിമിറ്റ് എത്രയാണ്? എമൗണ്ട് എത്രയാണ്? എമൗണ്ട് ഈസ് 1,50,000. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ എമൗണ്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം നേരത്തെ നമ്മൾ ചെയ്തില്ലടാ ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് എത്രയേ വരാൻ പാടുള്ളൂ? 1,50,000 വരാൻ പാടുള്ളൂ. അതിൻ്റെ മേലെ ആയി പോയാലോ 1,50,000ലേക്ക് താഴ്ത്തുക. 1,65,000 ആയി, കുഴപ്പമില്ല. 1,50,000 നിങ്ങൾക്ക് കിട്ടുള്ളൂ ഡിഡക്ഷൻ. ഓക്കെ ആണോടാ? ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ അല്ലേടാ? സോ സീലിംഗ് ലിമിറ്റ് ഏതാണ്? ATCCE ആൻഡ് ദ സീലിംഗ് ലിമിറ്റ് ഈസ് 1,50,000. ഓക്കെ, അടുത്ത ഞാൻ കുറച്ചൊന്ന് സ്പീഡിലോട്ട് പോവേ. അടുത്ത എന്താണ്? സെക്ഷൻ 80D. സെക്ഷൻ 80D എന്ന് പറയുന്നത് കാര്യമായിട്ട് എന്തിനെ കുറിച്ചാണ്? ഹെൽത്ത് ഇൻഷുറൻസ്, അഥവാ അതിന് മറ്റൊരു പേരുണ്ട്, എന്താണ്? മെഡിക്ലെയിം. എന്താടാ? മെഡിക്ലെയിം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്ലെയിം, ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഇതാർക്കാണ് കിട്ടുക? ഈ നേരത്തെ ലൈഫ് ഇൻഷുറൻസ് ഏതായിരുന്നു? സെക്ഷൻ 80C ആയിരുന്നു. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കാണ് കിട്ടുക? നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ നിങ്ങൾക്ക് 2 ടീംസിനാണ് കിട്ടുക. ഒന്ന് ഫാമിലി, മറ്റൊന്ന് പാരൻസ്. ഇപ്പോൾ പാരൻസ് ഫാമിലി എല്ലാം ചോദിക്കുന്നുണ്ടാവും. യെസ്, പാരൻസ് ആർ ഫാമിലി. പക്ഷേ നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? കാണാം. ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാ? സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. ഫാമിലിക്ക് നമുക്ക് കിട്ടുക എത്ര അറിയോ? 25,000 പ്ലസ് പാരൻസിന് എത്ര കിട്ടും? 25,000. സോ ടോട്ടൽ ഡിഡക്ഷൻ എത്രയാടാ? 50,000 ആണ് വരിക. പക്ഷേ ഇതിലൊരു കാര്യമുണ്ടടാ, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, ഈ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 50,000 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 50,000 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ
50,000 പ്ലസ് 50,000 മാക്സിമം എത്ര കിട്ടും? 1,00,000 വരെ കിട്ടും. പക്ഷേ പൊതുവേ ഉള്ള രീതി എങ്ങനെ ആയിരിക്കും അറിയോ? നമ്മൾ സീനിയർ സിറ്റിസൺ ആയിരിക്കില്ല, മീൻസ് ടാക്സ് അടയ്ക്കുന്ന ആളുകൾ സീനിയർ സിറ്റിസൺ ആയിരിക്കില്ല. പാരൻസ് ചിലപ്പോൾ എന്തായിരിക്കും? സീനിയർ സിറ്റിസൺ ആയിരിക്കും. അപ്പോൾ 25 പ്ലസ് 50, അതായത് എത്രയാണ്? 75. അതാണ് നോർമലി കാണുന്ന രീതി. ഏറ്റവും മിനിമം 25 പ്ലസ് 25 ആണ്, ഏറ്റവും മാക്സിമം 50 പ്ലസ് 50. നമ്മൾ സീനിയർ സിറ്റിസൺ ആണ്, ഇത് 25 ഉള്ള 50 ആവും. പാരൻസ് സീനിയർ സിറ്റിസൺ ആണ്, 25 ഉള്ളത് എന്താവും? 50 ആവും. ഓക്കെ ആണോടാ? 80D ഓക്കെ ആണോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അത് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വിളിച്ചോട്ടോ. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് താഴെ ഇവിടെ ഇടുക. ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് തരുന്നില്ല, നിങ്ങളതെന്ത് ചെയ്താൽ മതി. അതിലൊരു ഒറ്റ പോയിൻ്റ് കൂടിയുണ്ട്, ഒരു പോയിൻ്റ് മറന്നു പോയിട്ടുണ്ടടാ. ഇതിൻ്റെ കൂടെ ഒരു നോട്ടുണ്ട്. എന്താ നോട്ട് എന്ന് പറഞ്ഞാൽ, ഇത് കൂടാതെ നമ്മളവിടെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യില്ലേ? അതായത് നമുക്ക് ഓരോ ഇപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് ലെവൽ ഓക്കെ ആണോ, കൊളസ്ട്രോൾ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവൽ, ക്രിയാറ്റിൻ ലെവൽ, ക്യാൻസറിൻ്റെ ടെസ്റ്റുകൾ, ഇങ്ങനെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ, യെസ്, അങ്ങനെയുള്ള ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങളിപ്പോൾ ഫെമിലിയർ ആയിരിക്കും നിങ്ങളൊക്കെ. 5,000 രൂപയ്ക്ക് മൊത്തം കംപ്ലീറ്റ് ബോഡി ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപ വരെ എന്താണ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. എത്രയാണ്? 5,000 റുപ്പീസ് വരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 5,000 എന്ന് പറയുന്നത് എക്സ്ട്രാ അല്ല, ഇത് ഈ ലിമിറ്റ് പെടുന്നതാണ്. അതായത് ഒരാൾ 23,000 ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട്, പ്ലസ് 5,000 അയാൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് മൊത്തം 28,000 കിട്ടുമോ? ഇല്ല. അയാൾക്ക് എത്ര കിട്ടുള്ളൂ? 25,000 കിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരാൾ 16,000 റുപ്യ ഇൻഷുറൻസ്, 5,000 ഹെൽത്ത് ചെക്കപ്പ്, അങ്ങനെയാണ് 21,000 കിട്ടുമോ? യെസ്, 21,000 കിട്ടും, കാരണം അത് 25ൻ്റെ അടിയിലാണ്. സോ ഹെൽത്ത് ചെക്കപ്പ് പ്ലസ് 5,000 എക്സ്ട്രാ അല്ല, അതും കൂടി ആ 25ൻ്റെ ഉള്ളിലാണ് വരിക. പക്ഷേ പ്ലസ് 5,000 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങളിതൊന്ന് എന്ത് ചെയ്തോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എന്നിട്ട് ചെയ്തിട്ട് അതിന് ആൻസേഴ്സ് ഒന്ന് എന്ത് ചെയ്തോ, കമൻറ്റിൽ ഇങ്ങനെ പോരട്ടെ. ഓക്കെ അല്ലേടാ? യെസ്. ഇപ്പം ഞാൻ അധികം നമുക്ക് സമയമില്ല, കാരണം നമുക്ക് നാളെ നിങ്ങൾക്ക് പരീക്ഷ ഉള്ളതാണ്. നമ്മൾ ഓവർ ടൈം എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ പോക്കുന്നില്ല. സോ നമുക്ക് നാളത്തെ പരീക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ട്. ഓക്കെ അല്ലേടാ? യെസ്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ഡിഡക്ഷൻസ് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മാർക്സിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. ടോട്ടൽ ഇൻകത്തിൻ്റെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ എനിക്കറിയാം എല്ലാവരും ആ വലിയ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ് ആ വലിയ ചോദ്യം, ഇത് കഴിഞ്ഞ ഉടനെ. ഓക്കെ ആണല്ലോ? സോ മറ്റ് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് 80D എന്ന് പറയുന്ന സെക്ഷനാണ്. 80D എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് ആണ് 80D. എന്താണ് ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്? വെരി സിമ്പിൾ. അതായത് നമുക്കൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഡിപ്പെൻഡൻ്റ്. അപ്പോൾ സോ എന്താണ് ഡിസബിലിറ്റി? ഡിസബിലിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് ജനറലുണ്ട്, മറ്റൊന്ന് സിവിയറും ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ 40% ഓർ മോർ, ശ്രദ്ധിക്കണേ, 40% ഓർ മോർ. സിവിയർ എന്ന് പറഞ്ഞാൽ 80% ഓർ മോർ. അതായത് 40% താഴെയാണ് ഡിസബിലിറ്റി എങ്കിൽ അത് ഡിസബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, 40% മേലേ നോക്കുന്നുള്ളൂ. സോ 40% മേലെ, ഇപ്പോൾ ഒരു ചെവി 40%ത്തിൻ്റെ മേലെ എന്താണ് കേൾക്കുന്നില്ലെങ്കിൽ അത് ജനറൽ ഡിസബിലിറ്റിയാണ്. അതേസമയത്ത് ചെവി 80% മേലെ കേൾക്കുന്നില്ലെങ്കിൽ അത് സിവിയർ ആണ്. സോ രണ്ടിനും വേറെ വേറെ എമൗണ്ടാണ്. ദിസ് ഈസ് 75,000 ആൻഡ് ദിസ് ഈസ് 1,25,000. ഓക്കെ അല്ലേടാ? അപ്പോൾ അതെന്താ സാറേ 75 എവിടെ നിന്ന് വന്നു? യെസ്, നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. നമ്മൾ പേ ചെയ്ത എക്സ്പെൻസിനനുസരിച്ചാണോ ഡിഡക്ഷൻ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാറേ നമുക്ക് ചിലവാക്കിയത്, നമ്മൾ ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയത് 5,000 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5,000 അല്ലേ കിട്ടുള്ളൂ, അല്ലെ 70,000 കിട്ടുമോ? 70,000 കിട്ടുമോടാ? ഇത് ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ വേറെ കൂടുക കുറയില്ല. നിങ്ങൾ 10 ലക്ഷം ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇത്രേ കിട്ടുള്ളൂ. 1,000 രൂപ ചിലവാക്കിയാൽ ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയാലും നിങ്ങൾക്ക് ഇതാണ് കിട്ടുക. 80DDB എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫാണ്, സെൽഫ് ഡിസബിലിറ്റി. 80DDB എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസബിലിറ്റി. യെസ്. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം. അതിൽ
നമ്മൾ ഡിഡക്ഷൻസിൽ കൃത്യമായിട്ട് കേട്ടോ ഇവിടെ ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, യെസ്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. തൽക്കാലം യെസ്, ഇതല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതല്ലേ, സെൽഫ് അഥവാ ഡിപ്പെൻഡൻറ്റ് ആരും ആവാട്ടോ, സെൽഫ് അഥവാ ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റി. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താ പറയുക, സ്പെസിഫൈഡ് ഡിസീസസ്. ചില ഡിസീസ് സ്പെസിഫൈഡ് ആണ്. എക്സാമ്പിൾ പറയുക വെച്ചാൽ ന്യൂറോളജിക്കലായിട്ടുള്ള അൽഷിമേഴ്സ് പോലെയുള്ള പാർക്കിൻസൺസ് പോലെയുള്ള ഡിസീസസ് ഒക്കെ എന്താണ് ഡിസബിലിറ്റി, അതൊക്കെ എന്താണ് അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, ഡിസബിലിറ്റി അല്ല അങ്ങനെയുള്ള ഡിസീസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യെസ്, അങ്ങനെയുള്ള ഡിസീസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ 40,000 രൂപ വരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ 40,000 രൂപ വരെ, നിങ്ങളുടെ എക്സ്പെൻസിൻ്റെ 40,000 രൂപ വരെ എന്താണ് അത് അലൗഡ് ആണ് ഡിഡക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പെൻസിന് എത്രയാടാ 40,000 രൂപ വരെ അലൗഡ് ആണ്. ശ്രദ്ധിച്ചോ, 40,000 രൂപ വരെ. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്യുക. സീനിയർ ആണെങ്കിൽ, ഇഫ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എത്രയാ 1 lakh ആണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh, അല്ലെങ്കിൽ എത്രയാടാ 40,000 രൂപ വരെ, അപ് ടു 4,000. എന്താണ് ഈ അപ് ടു 4,000 എന്ന് പറഞ്ഞാൽ? അതായത് നിങ്ങൾക്ക് 2,000 രൂപ ചിലവായിക്കുള്ളൂ, അപ്പോൾ 2,000 കിട്ടുള്ളൂ. നിങ്ങൾക്ക് 20,000 രൂപ ചിലവായി, അപ്പോൾ 20,000 കിട്ടുള്ളൂ. നിങ്ങൾക്ക് 40,000 രൂപ ചിലവായി 40,000 കിട്ടും. നിങ്ങൾക്ക് 50,000 രൂപ ചിലവായാലും എത്ര കിട്ടുള്ളൂ? 40 കിട്ടുള്ളൂ. സോ ഇതുപോലെയല്ല, മറ്റേതുപോലെയല്ല, 80DD പോലെയല്ല 80DDB. 80DD എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. അപ്പോൾ 80DDB എന്ന് പറഞ്ഞാൽ എത്രയാണോ ചിലവായത് അത്രയാണ്. സോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഏതാണ്? 80DD ആണ്. കാരണം ഈ ഫ്ലാറ്റ് റേറ്റ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുക. ചോദ്യത്തിലാണെങ്കിൽ കൃത്യം ഈ പെർസെൻറ്റേജ് കണക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്തോ, നോട്ട് ചെയ്ത് വെച്ചോ. 80 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോണാണ്, ഞാൻ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. 80GGC എന്ന് പറയുന്നത് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഡൊണേറ്റ് ചെയ്യണം. ഒറ്റ കാര്യമുണ്ട്, ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല, നോൺ ക്യാഷ് ആയിരിക്കണം. അത് ഓൺലൈൻ ആവാം, ചെക്കാവാം, എന്തും ആവാം. യെസ്. 80TT എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ്. ബാങ്കിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങില്ലടാ, അപ്പോൾ 10,000 രൂപ. സോ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് 10,000 രൂപ വരെ എന്താണ് അത് ഡിഡക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് പറഞ്ഞാൽ വരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ 8,000 രൂപയാണ് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് കിട്ടിയത്. സോ 8,000 രൂപ വരെ നിങ്ങൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യും, ഡിഡക്ഷൻ വരുമ്പോഴാണ്. 80U എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസബിലിറ്റിയാണ്. സോ ഡിസബിലിറ്റി 2 സെക്ഷനാണുള്ളത്. ഒന്നെന്താണ് 80DD, മറ്റൊന്നെന്താ 80U. 80DD എന്ന് പറഞ്ഞാൽ എന്താ, ഡിസേബിൾഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, 80DD എന്ന് പറഞ്ഞാൽ DD എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇതെന്താണ്, സെൽഫാണ്. ഓക്കെ, അപ്പോൾ 2 കേസിലും സെയിം പരിപാടി തന്നെയാടാ. സോ ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, അതേപോലെ എടുത്ത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. സോ ഇത് ഇങ്ങോട്ടേക്ക് എന്താ, സെയിം സാധനമാണ്. അതായത് ജനറൽ ആണ് 75, സിവിയർ ആണ് 1,25,000. ആൻഡ് ലാസ്റ്റ് 80GG. ഇനി ഒരുപാടുണ്ട് കേട്ടോ, 80QQB എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. യെസ്, നാളെ ആരൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച്. യെസ്, ചിലപ്പോൾ വന്നുകൂടായിക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ. നിങ്ങൾ തലേന്ന് പോയിട്ട് നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലും കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. യെസ്, നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ഈ ബേസിക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി. എടാ ഇത് നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. 80GG. യെസ്, നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഞാൻ ചാറ്റും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഞാൻ നോക്കുന്നില്ല. യെസ്, ഓക്കെ എടാ. യെസ്, 80GG എന്ന് പറയുന്ന ഈ സെക്ഷനിൽ യെസ് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, അതായത് ചിലർക്ക് HRA കൊടുക്കൂല. സാലറി HRA എന്ന് പറഞ്ഞാൽ എന്താ, ഹൗസ് റെൻ്റ് അലവൻസ്, അത് കൊടുക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, HRA കൊടുക്കാത്ത ആളുകൾക്ക് റെൻറ്റിന് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. റെൻറ്റ് ഡിഡക്ഷൻ കിട്ടും. എത്ര കിട്ടുക എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. ഒന്നെന്താണ് 5,000 ആണ്. മറ്റൊന്നെന്താണ് റെൻറ്റ് പെയ്ഡ് -10% ഓഫ് ടോട്ടൽ ഇൻകം. മറ്റൊന്നെന്താണ് 25% ഓഫ് ടോട്ടൽ ഇൻകം. 25 അല്ലേ, ഒന്ന് നോക്കിയേക്കാം. 25 തന്നെയാണോ ഒന്ന് ഉറപ്പുവരുത്തിക്കുക. യെസ്, 25 ആണോ? 25% ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടെ എന്ത് കഴിഞ്ഞു, ഇതിൻ്റെ എന്ത് കഴിഞ്ഞു, ഡിഡക്ഷൻസിൻ്റെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളിതൊന്ന് എന്ത് ചെയ്യുക,
കണക്കാക്കുക കേട്ടോ. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ ഓക്കെയാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉദ്ദേശിക്കുന്ന ഫാമിലി കേട്ടോ, ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട്. സെക്ഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നോക്കിയേ. യെസ്, ഓക്കെ. സെക്ഷൻ്റെ പേരെന്താണ്? ATG. അത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട സെക്ഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ATG എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. 2 ടൈപ്പാണ് ഉണ്ടാവുക. ഒന്ന് വിത്തൗട്ട് ലിമിറ്റും മറ്റൊന്ന് വിത്ത് ലിമിറ്റും. അത് ഓരോന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. വിത്തൗട്ട് ലിമിറ്റ് എന്നാൽ ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് എത്ര വേണേൽ ഡൊണേറ്റ് ചെയ്യാം. വിത്ത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വേണേൽ ഡൊണേറ്റ് ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് ഇത്രേ കിട്ടുള്ളൂ. അത് എത്രയാണെന്ന് വെച്ചാൽ 10% ഓഫ് അഡ്ജസ്റ്റഡ് GTI. ഈ അഡ്ജസ്റ്റഡ് GTIയിലടാ അതെന്ന് പറഞ്ഞാൽ GTIയിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കുറച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111 എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റീസിൻ്റെ ഷെയർ ട്രേഡിങ്ങിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് കുറച്ചതിന് ശേഷം, അതായത് ബേസിക്കലി പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് കുറച്ചതിന് ശേഷം മറ്റെല്ലാ ഡിഡക്ഷൻസും, അതായത് ATG ഒഴികെയുള്ള മറ്റെല്ലാ ഡിഡക്ഷൻസും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? അഡ്ജസ്റ്റഡ് GTI. എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്? GTIയിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കുക, മറ്റെല്ലാ ഡിഡക്ഷൻസും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് GTI. അതിൻ്റെ 10% വരെ നിങ്ങൾക്ക് മാക്സിമം എന്ത് കിട്ടുള്ളൂ? അവിടെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതാണ് വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി വിത്തൗട്ട് ലിമിറ്റ് ഇല്ല, വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. ഒന്ന് എത്രയാണ്? 100%. മറ്റേത് എത്രയാണ്? 50%. ഇതും അതേപോലെ സെപ്പറേറ്റ് ചെയ്യണം. ഒന്ന് എത്രയാണ്? 100%. മറ്റേത് എത്രയാടാ? 50%. ഈ 100%ഇല്ലടാ ഇവിടെ. അതെന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ 1 ലക്ഷം ഇട്ടാൽ 1 ലക്ഷം നിങ്ങൾക്ക് ഡൊണേഷൻ കിട്ടും, മീൻസ് ഡിഡക്ഷൻ കിട്ടും. 50% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഇട്ടാൽ 50,000 കിട്ടുള്ളൂ. അപ്പോൾ 1 ലാഖിൽ നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ് എന്തിൽ വരിക? ഈ 100%ലേക്ക് വരിക. യെസ്, ഇതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമ്മുടെ മൊഡ്യൂളിൽ. സോ ഈ മൊഡ്യൂൾ വേണ്ട ആളുകൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. മൊഡ്യൂൾ വേണ്ട ആളുകൾ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. സോ ATG ഡൊണേഷൻസ് 4 കാറ്റഗറി ഞാനിവിടെ എഴുതുന്നു, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. 100% വിത്തൗട്ട് ലിമിറ്റ് ആണ്, ഫണ്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. PM റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, സ്വച്ഛ് ഭാരത് ഡിഫൻസ് ഫണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, കമ്മ്യൂണൽ ഹാർമണി, ഫണ്ട് ഫോർ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞ ഫണ്ടുണ്ട്, PM കെയർസ് ഫണ്ട്. ഇതൊക്കെ ഇതിലാണ് വരിക. 50% വിത്തൗട്ട് ലിമിറ്റ്. ഡ്രോട്ട് ഫണ്ട്, അതായത് നാഷണൽ ഡ്രോട്ട് റിലീഫ് ഫണ്ട് ഉണ്ട്, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ 50% ആണ്. ഇത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. 100% വിത്തൗട്ട്, കാരണം ഇത് 5 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡൊണേഷൻസിൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. 100% വിത്ത് ക്വാളിഫൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫാമിലി പ്ലാനിങ്, സ്പോർട്സ്. ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ്, അതായത് മുനിസിപ്പാലിറ്റീനൊക്കെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 100% കിട്ടുവാടാ. അപ്പോൾ തന്നെ നോട്ടിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, JNU അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ IIM, IIT അതുപോലെയുള്ള നാഷണൽ എമിനൻസ്, ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നാഷണൽ, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നാഷണൽ എമിനൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ 50% ആണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതും 50% ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലടാ? ഡീറ്റെയിൽസ് മൊത്തം ഈ മൊഡ്യൂളിലുണ്ട്. ഈ ഒരു സാധനത്തിൽ എല്ലാ സാധനവും, ഈ ഒരു ക്യൂക്ക് മെമ്മറി ടിപ്പ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കവറായി. ഓക്കെ അല്ലേ? യെസ്, ഇതോടെ നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൃത്യം നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ അല്ലേ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? കുറച്ച് ലെങ്തി മൊഡ്യൂളാണ്, നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ യെസ്, ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. യെസ്, നോക്കിയാടാ. ആൻസർ എനി ടു സെക്ഷൻ C, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. അതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ പ്രീവിയസ് ഇയർ 2022-23 മിസ്റ്റർ വേണു ഹാസ് ഫർണിഷ്ഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. യെസ്, എന്തൊക്കെയാണ്?
ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ എമൗണ്ട് കുറച്ചിട്ടാണ്, ആ 50,000 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ചിട്ടാണ്. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ബാങ്ക് ഇൻട്രസ്റ്റ്, ഇത് അതർ സോഴ്സസ് ആണ്. ഇത് രണ്ടും ക്യാപിറ്റൽ. യെസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിടണം കേട്ടോ. ലോസ് ഉള്ളതൊക്കെ നോട്ട് ചെയ്തിടുക, ലോസ് ആണ് എന്ന് പറയുമ്പോൾ ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യാം, LTCG ആയിട്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, ചെയ്യാമല്ലോ അല്ലേ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലൂടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കൂടിയും എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഹി മേഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ്, താഴെ പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ പേയ്മെൻറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം ഇതൊന്ന് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാം. ഒന്ന് കമ്പ്യൂട്ട് ചെയ്തടാ. ആൻസർ എത്ര വരിക ഇവിടെ? യെസ്, 520. 520 95 എത്രയാ? 5 എത്രയാ? 15 6 15 6 15 യെസ്, 6 15 18 എത്രയാണ്? 6 33 6 33. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം, അത് മൈനസ് ചെയ്യണം. 6 33 25 കൂട്ടിയാൽ എത്രയാണ്? 6 33 25 കൂട്ടിയാൽ 658. കറക്റ്റാണോ എന്ന് പറയണേ? 658. യെസ്, 658 നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ അല്ലേടാ? 650 സെറ്റ് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? 658. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. 5 20 95 5 1 ലക്ഷം അല്ല, സോറി 95 25 എത്രയാടാ? 120 6 40. യെസ്, കറക്റ്റ്, 658. ഓക്കെ അല്ലേ? യെസ്. ഇനി ഹി മേഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സ് അയാൾ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സ് അയാൾ ചെയ്തത്? യെസ്, ഒന്ന് അയാൾ ചെയ്തത് അയാളുടെ സ്വന്തം ലൈഫിൽ അയാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അപ്പോൾ അത് ATC പ്രകാരം കുറയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. യെസ്, ATC. പക്ഷെ ഒറ്റ കാര്യമുണ്ടടാ, ഇവിടെ സം എഷ്യൂർഡ് കൊടുത്തിട്ടുണ്ട്. സം എഷ്യൂർഡ് എത്രയാണ്? 2 lakhs അല്ലേ? അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2 lakhsൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 20,000 വരുള്ളൂ. അപ്പോൾ 22,000 വരുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. വൈഫിൻ്റെ ലൈഫിന് സ്പൗസ്, അതായത് യെസ് 1 lakh. 1 lakhന് 10% എത്രയാണ്? 10,000. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, PPFിലെ ഡെപ്പോസിറ്റ് 18,000 ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇതൊക്കെ എന്തിലാണ് വരിക? ATC ആണ്. ഇതൊക്കെ ATC. മെഡിക്ലെയിം ഇൻഷുറൻസ് ATD 12,000 ഓക്കെ അല്ലേ? 20,000 വരെ പറ്റുമല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. മെഡിക്കൽ എക്സ്പെൻസ് ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് 50% ഡിസബിലിറ്റി ആണടാ. യെസ്, അപ്പോൾ 50% വരുമ്പോൾ ജനറൽ ഡിസബിലിറ്റി ആണ്. സോ നമുക്ക് മാക്സിമം എത്രയാണ്? ഫ്ലാറ്റ് റേറ്റ് ആണ്. സോ 80DD അല്ലേ? 80DDയിൽ എത്രയാണ് കിട്ടുക? 75,000 ആണ്. ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇത് വരും. ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഫ്ലാറ്റ് റേറ്റ് ആണ്. മെഡിക്കൽ എക്സ്പെൻസ് എത്രയായിക്കോട്ടെ, ഫ്ലാറ്റ് റേറ്റ് ആണ്. യെസ്. ഇനി ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. യെസ്, 100% വിത്തൗട്ട് ലിമിറ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോ ലിമിറ്റ് ചെയ്യുന്നതാ. 100% നോ ലിമിറ്റിലാണ് വരിക. അത് ലിമിറ്റ് ബാധകമല്ല. ഡൊണേഷൻ ടു ആൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. യെസ്, അത് 50% ആണ്. 50% വിത്ത് ലിമിറ്റാണ്. യെസ്. അപ്പോൾ 12,000 കിട്ടുമോ? ഇല്ല. 12,000ൻ്റെ എത്രയാണ്? 50% എടുക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 6,000 ആണ് കിട്ടുക. സോ ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? ചെയ്തൂടെ? യെസ്, ചെയ്തൂടെ? അപ്പം ഇത് നമ്മൾ ഓൾറെഡി 658 കിട്ടി. ഇനി ഇതൊക്കെ കൂട്ടുക നിങ്ങൾ. 20 10 എത്രയാണ്? 30. 30 18 20 30 അല്ലേ? 12. സോ 30 30 എത്രയാണ്? 60. 60 75. 60 75 എത്രയുടെ വരിക? 60 75 എത്ര വരിക? 135. 135 10 എത്രയാണ്? 145. 145 6 151. 1,51,000 ആണ് ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത്. ഞാൻ ഇതൊന്നല്ല ഫോർമാറ്റ് കേട്ടോ. ഫോർമാറ്റ് നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക? എഴുതുക. ആദ്യം ഇതൊക്കെ മാറ്റി എഴുതണുണ്ടോ? ഇതൊക്കെ മാറ്റി എഴുതി GTA 6,58,000 എന്ന് എഴുതി അതിനുശേഷം ഓരോ ഡിഡക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തെടുത്ത് എഴുതണം. ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. സോ 1,51,000 ആണ്. സോ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5,07,000. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? അത് കമൻറ്റിൽ ഇടുക കേട്ടോടാ. ഞാൻ മനസ്സിൽ കൂട്ടിയതാണ്, ചിലപ്പോൾ തെറ്റാവും. അങ്ങനെ ഒന്നുകൂടി കൂട്ടി നോക്കാം. 20 10 30 60 135 അല്ലേ? 60. യെസ്, 135 140
എന്താ മിസ്റ്റേക്ക് വരികടാ. യെസ്, 20 ഉം 10 ഉം കറക്റ്റാണ്. 145, 145 6, 151. അപ്പോൾ ഇതിൽ ചിലർ ചോദിക്കും, സാറേ ഇവിടെ ലിമിറ്റ് അല്ലേ, ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 10% ഓഫ് GTI ഒക്കെ എടുക്കണ്ടേ, അഡ്ജസ്റ്റ് GTI എടുക്കണ്ടേ? അത് എടുക്കണടാ, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്ക്. അതായത് GTI ഇവിടെ എത്രയാണ്? 6.58. ഇനിയിപ്പോൾ അതിൽ നിന്ന് എന്ത് കുറച്ചാലും ആണ് ലോങ് ടൈം ആപ്ലിക്കാനൊക്കെ മറ്റ് ഡിഡക്ഷൻസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ എന്ത് കുറച്ചാലും ഈ 6.58ൻ്റെ 10% വെറുതെ ഈ 6.58ൻ്റെ 10% എടുക്ക്. എത്രയാ? 65,800. നമുക്കിവിടെ എത്രയാണ് ലിമിറ്റ്? ലിമിറ്റ് ഡൊണേഷൻ എത്രയാണ്? 6,000 ആണ്. 6,000 ആണ് 10% എന്ന് വിചാരിച്ചോ. അപ്പം അതിൻ്റെ 100% എത്രയാണ്? 60,000ന് 10% അല്ലേ 6,000. അപ്പോൾ 60,000ത്തിലേക്ക് GTI എത്തണം. ഇവിടെ GTI എത്രയുണ്ട്? GTI 6.58 ഉണ്ട്. 6.58 ഒരിക്കലും നമ്മൾ 60,000ത്തിലേക്ക് എത്താൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന മിക്ക സാധനങ്ങളിലും ഇത് നോക്കേണ്ട ആവശ്യം വരില്ല. ഡൊണേഷൻസിൻ്റെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിൽ അതങ്ങ് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ വലിയ ചോദ്യത്തിൽ വരുമ്പോൾ ഇത് നോക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണോടാ? അപ്പോൾ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതേമാതിരി എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എന്താണ് 6.58 നിങ്ങൾക്ക് 60,000ത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതെന്തായാലും എന്തല്ല, നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 10% നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേടാ? പെർഫെക്റ്റ് ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടടാ, ഒന്ന് കമൻറ്റ് ഇട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് കഴിഞ്ഞു? യെസ്, ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ ഡിസ്കഷനും കഴിഞ്ഞു. ആൻഡ് അതിൻ്റെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് പ്രീവിയസ് ഇയർ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. യെസ്, ഓക്കെ ആടാ. അപ്പോൾ ക്ലിയർ ആണല്ലേ? യെസ്. എന്നാൽ എല്ലാവരും ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടുള്ളൂ. നമുക്ക് നിങ്ങളുടെ കമൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പോൾ 1-2 ആളുകൾ കമൻറ്റ് ഇട്ടാൽ പോരാ, നമുക്ക് കൂടുതൽ ആളുകളെ കമൻറ്റ് നിർബന്ധമായിട്ടും വേണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി തരാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേടാ? ഓക്കെ, യെസ്. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റൊരു യൂണിറ്റാണ്. ഇത് ഞാൻ നേരത്തെ തന്നിരിക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ഞാനിത് ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഈ മൊഡ്യൂൾസ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഈ ഒരൊറ്റ മൊഡ്യൂളിലെ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ ഇതല്ലടാ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയാണ് ഞാനിതോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനും കൂടി ഉൾപ്പെടുത്തിയ സാധനമാണ്. ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ത് ചെയ്യണം? കൂട്ടിയതിന് ശേഷം അതിൻ്റെ ടോട്ടലിൽ നിന്ന് ക്ലബ് ചെയ്ത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് എന്ത്? GTI. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾ എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സാധനം. ഈ ടോട്ടൽ ഇൻകത്തിന് മേലെയാണ് നമ്മൾ എന്ത് കാണുക? ടാക്സ് കാണുക. ഈ ടോട്ടൽ ഇൻകത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. യെസ്, ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം, അങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ ടാക്സ് ചെയ്യപ്പെടേണ്ട ഇൻകമാണ് ടാക്സബിൾ ഇൻകം. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ടാക്സബിൾ ഇൻകം ഓർ ടോട്ടൽ ഇൻകം. സോ ഈ ടോട്ടൽ ഇൻകത്തിന് മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കാണുക. ടാക്സ് എങ്ങനെ കാണണ്ടേ? ടാക്സിന് 2 റേറ്റ് ആണെടാ. ഒന്ന് സ്ലാബ് റേറ്റും ഒന്ന് സ്പെഷ്യൽ റേറ്റും. എന്താണ് സ്ലാബ് റേറ്റ് എന്ന് നോക്കാം. സോ സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾഡ് റെജീമാണ്. സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതുവരെ നിങ്ങൾക്ക് എക്സംപ്റ്റഡ് എന്നാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. മീൻസ് നിങ്ങൾ താഴ്ന്ന വരുമാനമാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ ഏൺ ചെയ്താൽ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ സാധാരണ ഒരാൾക്ക് 60 വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് 2 ലക്ഷമാണ്. 60 വയസ്സിന് മേലെയുള്ള ആൾക്ക് 3ആണ്. ഇനി 80 വയസ്സിന് മേലെയാണ് നിങ്ങൾക്കെങ്കിൽ 80 മേലെയോ ആണെങ്കിൽ എത്രയാണ്? 5 ലക്ഷമാണ്. സോ ഇതാണ് നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ഏതാ വരിക? 2.5 വരിക. വളരെ റയർ കേസിൽ ചിലപ്പോൾ 3 ലക്ഷം വരാം.
ഓക്കെ. സോ ഞാനിപ്പോൾ 2.5 രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ലാബ് റേറ്റ്സ് ബേസിക് എക്സംസ് ലിമിറ്റ് വരെ നിൽ റേറ്റ് ആണ്. 2.5 to 5 ലക്ഷം 5%, 5 to 10 20, 10 ലക്ഷത്തിന് മേലെ 30. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, റേറ്റ് വരിക. പലർക്കും ഇത് കാണാൻ അറിയില്ല. അവർക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 12,50,000 ആണ്. വേണ്ട, 12,50,000 മിസ്സാനോട് നമ്പേഴ്സ്. നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 11 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. ഇതാണ് നിങ്ങളുടെ ഇൻകം. സോ നിങ്ങളെ ഇൻകത്തിനെ നമുക്ക് 4 പാർട്ടാക്കാം. 0 to 2.5 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വരെ നിങ്ങൾ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കേണ്ടതില്ല, 0 ടാക്സ്. 2.5 തൊട്ട് 5 ലക്ഷം വരെ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, 5% കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞാൽ 2.5 to 5 വരെ എത്ര ലക്ഷമുണ്ട്, 2.5 ലക്ഷമുണ്ട്. സോ 2.5 ലക്ഷത്തിൻ്റെ 5%, അങ്ങനെയാട്ടോ കാൽക്കുലേറ്റ് ചെയ്യുക. 2.5 ലക്ഷത്തിന് 5% എത്രയാണ്, 12,500. നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയോ. 5 ലക്ഷം to 10 ലക്ഷം വരെ എന്ന് പറഞ്ഞാൽ 5 lakh to 10 lakh എത്രയുണ്ട്, 5 ലക്ഷം ഉണ്ട് അല്ലേ. ആ 5 ലക്ഷത്തിന് മേലെ 20%. സോ ഈ 5 ലക്ഷത്തിന് മേലെ 20%. സോ 5ൻ്റെ 20% എത്രയാണ്, 1 ലക്ഷം. 10 ലക്ഷത്തിന് മേലെ നിങ്ങൾ എത്രയാണോ, 10 ലക്ഷത്തിന് മേലെ നിങ്ങൾ എത്ര വരെ ഉണ്ട്, 11 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം ഉള്ളത്. സോ 10 ലക്ഷം to 11 ലക്ഷം, അതായത് 1 ലക്ഷം. ആ 1 ലക്ഷത്തിന് മേലെ എത്രയാണ്, 30%. 1 ലക്ഷത്തിന് മേലെ 30% എത്രയാണ്, 30,000. ഇങ്ങനെയാണ് നിങ്ങൾ ടാക്സ് കണക്കാക്കുക. ഓക്കെ ആണോടാ. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ടാക്സ് എത്രയാണ്, 1,42,500. സോ ഇങ്ങനെ ഗ്രോയിങ് റേറ്റിൽ, അല്ലാണ്ട് നിങ്ങൾ എമൗണ്ട് 11 ലക്ഷമാണ് ഇൻകം. ഇപ്പോൾ 11 ലക്ഷം എന്ന് പറഞ്ഞാൽ സാറല്ലേ പറഞ്ഞാൽ 10 ലക്ഷത്തിന് മേലെ 30%. അപ്പോൾ 11 ലക്ഷത്തിന് 30%, 3,30,000 ആണോ ടാക്സ്? അല്ല, അങ്ങനെയല്ലടാ. ഇതിങ്ങനെ സ്ലാബായിട്ടാണ് പോവുക. ഓക്കെ ആണല്ലോടാ. ഓക്കെ, ടാക്സ് കണ്ടുപിടിക്കുക എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ട്, സ്ലാബ് റേറ്റും ഉണ്ട്, സ്പെഷ്യൽ റേറ്റും ഉണ്ട്. അതായത് ഇത് ചിലത് ഇതിനകത്ത് പെടൂല, ഈ 2 ലക്ഷത്തിൽ പെടൂല. അത് കുറച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഏതിനൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. STCG 111A എന്ന് പറയുന്ന ഈ സെക്ഷനിലെ STCG, 111A ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്ന് പറയുന്നത് ഇപ്പോൾ 20% ആണ്. സോ എത്രയാണ്, 20% ആണ്. പണ്ട് 15 ആണ്, ഇപ്പോൾ 20 ആണ്. നിങ്ങളിത് പഠിച്ചാൽ മതി കേട്ടോ, 20 പഠിച്ചാൽ മതി. യെസ്. നിങ്ങൾക്കിത് വരില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾക്കിത് വരില്ല, എന്തായാലും വരില്ല. പക്ഷേ നമുക്ക് പേരിന് പറഞ്ഞാൽ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. LTCG, അതായത് നോർമൽ LTCG, അത് ലാൻഡ്, ബിൽഡിംഗ്, അതൊക്കെയാണ് 12.5% ആണ്. അതിപ്പോൾ കുറച്ചതാണ്, കാരണം ഇൻഡെക്സേഷനൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് കുറച്ചതാണ്. യെസ്. 112A പ്രകാരം ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അതൊക്കെയാണെങ്കിൽ 12.5% ആണ്, സെയിം എമൗണ്ട് ആണ്. സോ LTCGയിൽ എന്തില്ല, സെയിം റേറ്റ് ആണ്, 12.5. ഇത് നിങ്ങൾക്ക് വരില്ല, ഉറപ്പാണ്, 100% ഉറപ്പാണ്. 100% ഞാൻ പറയുന്നില്ല, 99% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചു. യെസ്. താല്പര്യമുള്ളവർ എല്ലാത്തിനും വിട്ടേ കേട്ടോ. ഇതൊന്ന് പഠിച്ചു, ഇതെന്തായാലും പഠിച്ചു കേട്ടോ. ഇത് കൺഫേം ആണ്. ലോട്ടറി ഇൻകം എത്ര ശതമാനം, 30% നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻകം ഫ്രം ലോട്ടറി മാത്രമല്ല കേട്ടോ, ലോട്ടറി, ബെറ്റിംഗ്, പസിൽസ്, റേസിംഗ്, അങ്ങനെയുള്ള എല്ലാ ഇൻകവും എന്താണ്, 30% ആണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം, ഡീംഡ് ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞ 115BBയിലെ പ്രകാരമുള്ള ഡീംഡ് ഇൻകം ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് എടുത്ത് നോക്കാം. 60% ആണ് ടാക്സ് ചെയ്യപ്പെടുക. 60% പ്ലസ് സർചാർജൊക്കെ വരും ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലടാ. സോ അതൊന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇൻകം ടാക്സ് റേറ്റ് കഴിഞ്ഞു. യെസ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബേസിക് ടാക്സ് കിട്ടും. ഇപ്പോൾ സ്ലാബ് റേറ്റ് കിട്ടും, സ്പെഷ്യൽ റേറ്റ് കിട്ടും. ബേസിക് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്ത് കുറയ്ക്കും, റിബേറ്റ് കുറയ്ക്കും. 87A ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 87A പ്രകാരമുള്ള റിബേറ്റ്, 87A പ്രകാരമുള്ള റിബേറ്റ് എത്രയാടാ, 12,500 ആണ് മാക്സിമം, അപ് ടു 12,500. അല്ലെങ്കിൽ എത്രയാണോ ടാക്സ് പേയബിൾ. അപ്പോൾ ടാക്സ് പേയബിൾ ഇപ്പോൾ ഒരാൾക്ക് 10,000 രൂപയാണ് ടാക്സ് പേയബിൾ എങ്കിൽ അയാളെ മൊത്തം എന്താണ്, 0 ആണ് വരിക അല്ലേ, 12,500. യെസ്. ഒരാളുടെ ടാക്സ് 12,500 ആണെങ്കിൽ അയാൾക്ക് മൊത്തം എന്ത് കിട്ടും, 12,500 വരെ കിട്ടും. അപ്പോൾ 0 ആണ് കേട്ടോ. അതായത് ബേസിക്കലി പറയുക വെച്ചാൽ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും, അത് 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല, 5 ലക്ഷം വരെ പാടുള്ളൂ. 5 ലക്ഷം വരെ കിട്ടുന്ന മാക്സിമം ടാക്സ് എത്രയാണ്, നമുക്ക് 12,500 ആണ്. അപ്പോൾ അത് മൊത്തം എന്തായിട്ട് കിട്ടും, റിബേറ്റ് ആയിട്ട് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇൻ എഫക്റ്റ് അപ് ടു 5 lakhs നോ ഇൻകം ടാക്സ് നീഡ്സ് ടു ബി
പെയ്ഡ്. അതായത് നമ്മൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും ഈ റിബേറ്റ് വന്നതോടെ എന്താ സംഭവിച്ചത്, 5 ലക്ഷം വരെ ഇൻകം ഉള്ള ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. അതൊന്ന് പഠിച്ചു വെച്ചോ, നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ സർചാർജ് ആഡ് ചെയ്യും. സർചാർജ് എന്ന് പറഞ്ഞാൽ ഇത്ര ലക്ഷത്തിന് മേലുള്ള, അതായത് ഒരുപാട് ഇൻകം ഏൺ ചെയ്യുന്ന ആളുകൾ നിർത്തുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ടാക്സ് പിരിക്കും. അതിനാണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്. അതിൻ്റെ റേറ്റ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. പഠിക്കണ്ട തലേന്നൊന്നും പഠിച്ച് കാണിക്കുക. ഓൾറെഡി പഠിച്ച ആൾക്കാരൊക്കെ തലേന്ന് പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഈ സർചാർജിൻ്റെ മേൽ മാർജിനൽ റിലീഫ് കൊടുക്കും. എന്താ സംഭവം അറിയോ? ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ 50 ലക്ഷം 49,99,500 അയാളെ ഇൻകമെങ്കിൽ അയാൾ സർചാർജ് കൊടുക്കണോ? വേണ്ട. പക്ഷേ ഒരാളുടെ ഇൻകം 50,01,000 രൂപ ആയാലും അയാൾ എന്ത് കൊടുക്കണം? സർചാർജ് കൊടുക്കണം. എത്രയാണ് സർചാർജ്? 10%. ബേസിക് ടാക്സ് ചിലപ്പോൾ ഒരു 8 ലക്ഷം എങ്ങനെയായിരിക്കും. അതിന് 10%, അതായത് 80,000 രൂപ അയാൾ ഈ 1 രൂപ കൂടിയത് കാരണം കൊടുക്കണം. അപ്പോൾ അത് അയാൾ ചെയ്യുന്ന ചതിയല്ലേ? അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് പേടിക്കണ്ട. അങ്ങനെ അതായത് നിങ്ങൾ സർചാർജ് കൊടുക്കുന്നത് നിങ്ങളെ ഇൻകത്തിനേക്കാട് കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യും? ഒഴിവാക്കി തരും. അതിനെ പറയുന്ന പേരാണ് മാർജിനൽ റിലീഫ്. സോ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഇൻക്രീസ് ഇൻ ടോട്ടൽ ടാക്സ് ഇൻക്ലൂഡിംഗ് ചാർജസ് ഡസ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് ബൈ വിച്ച് ദ ഇൻകം എക്സീഡ്സ് ദ സർചാർജ് ത്രഷോൾഡ്. ഇൻകം നിങ്ങൾ 1 രൂപ കൂടിയതിൻ്റെ പേരിൽ നിങ്ങൾ 80,000 സർചാർജ് എന്ത് ചെയ്യേണ്ടി വരില്ല, അടയ്ക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. സോ എന്ത് ചെയ്യും, സർചാർജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർജിൻ റിലീഫ് കുറയ്ക്കും. സോ നിങ്ങൾക്ക് ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ല. ബേസിക് ടാക്സിൻ്റെ കൂടെ ബേസിക്കലി എന്ത് ആഡ് ചെയ്യണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ഇൻകം ടാക്സ് പേയബിൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് TDS അഡ്വാൻസ് ടാക്സ് എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻകം ടാക്സ് കിട്ടും. സോ അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, സാറേ എന്താണ് ഈ TDS, എന്താണ് അഡ്വാൻസ് ടാക്സ്, എന്താണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്ന് ചോദിക്കാം. ഇതിൽ മറ്റൊരു സാധനം കൂടിയുണ്ട്. എന്താണ് ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്? ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മിനിമം എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ബൈ എ പേഴ്സൺ ഈസ് കോൾഡ് ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത്ര തന്നെ കമ്പനിയാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിയറി ആയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതൊരു ന്യൂ ടാക്സ് റെജീം ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് റേറ്റ്സ് വയ്ക്കാം. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്ന് വെച്ചാൽ. ചിലപ്പോൾ നിങ്ങൾക്ക് റേറ്റ്സ് വയ്ക്കാം. റേറ്റ്സ് വളരെ സിമ്പിളാണ്. മറ്റേ ഓൾഡ് റെജീം പോലെ കൺഫ്യൂസിങ് ഒന്നുമില്ല. 4 lakh വരെ ഒഴിവാക്കി. അപ്പോൾ എത്രയാണ്? നില്ലാണ്. 4 to 8 എത്രയാണ്? 5 ആണ്. 8 to 12 10. അപ്പോൾ 4 lakhs ഇങ്ങനെ കൂട്ടി പോകും. എത്രയാണ്? അബൌട്ട് 24 lakh വരെ. നില്ല് കഴിഞ്ഞാൽ പിന്നെ 5, 10, 15, 20, 25, 30% വരെ എന്ത് ചെയ്യാണ്? ടാക്സ് ഇങ്ങനെ പോവുകയാണ്. സോ എന്താണ് കുറവാണ്. കാരണം മറ്റേത് 10 ലക്ഷത്തിന് മേലെ തന്നെ 30 ആയിരുന്നു. ഇപ്പോൾ 24 ലക്ഷത്തിന് മേലെ എന്തുള്ളൂ? 30 ഉള്ളൂ. പക്ഷെ അങ്ങനെ ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇല്ലടാ, ഇവർ മറ്റൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പണി, പല എക്സംഷൻസും ഡിഡക്ഷൻസും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് HRA എക്സംഷൻ, ലീവ് ട്രാവൽ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണ്, ചാപ്റ്റർ 6 ഓൾമോസ്റ്റ് എല്ലാ ഡിഡക്ഷൻസും, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഓൾഡ് ടാക്സ് റെജീമിൽ ടാക്സ് റേറ്റ് കൂടുതലാണെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ടാക്സ് റേറ്റ് കുറവാണെങ്കിലും ഡിഡക്ഷൻസ് എക്സംഷൻസ് ഒന്നും ഇല്ല. സോ ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ഇതൊരു ക്വസ്റ്റ്യൻ, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഇനി എന്തൊക്കെയാണ് അവൈലബിൾ? ഇത് രണ്ടും അവൈലബിൾ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡെഡക്ഷൻ നമ്മളെ 50,000 ഓൾഡിൽ, അത് കൂട്ടിയിട്ടുണ്ട് 75,000 മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു റിബേറ്റ് ഉണ്ട്. 7 ലക്ഷം വരെ റിബേറ്റ് ആണ് കേട്ടോ. 7 ലക്ഷം വരെ ഒരു ടാക്സും അടയ്ക്കേണ്ടതില്ല. സോ ഇതൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ഇതും മറ്റൊന്ന് ഇതുമാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. ഇനി റിലീഫ് ഓഫ് ടാക്സ് ചിലപ്പം ചോദിക്കാം. എന്താണ് റിലീഫ് ഓഫ് ടാക്സ്? അതായത് ഒന്നുമില്ലടാ, ചിലപ്പോൾ ഇല്ലടാ, കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് ചെയ്യപ്പെടാതെ വിട്ടുപോയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻകം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, സാലറി, നിങ്ങളൊരു കമ്പനി കഴിഞ്ഞ വർഷത്തെ സാലറി എന്ത് ചെയ്തു? ഒരുമിച്ച് ഇപ്പോൾ തരുന്നു. ഇപ്പോൾ തരുമ്പം എന്ത് സംഭവിച്ചു? അത് ഈ വർഷമല്ലേ അത് കിട്ടിയത്. അപ്പോൾ ഈ വർഷത്തെ ഇൻകത്തിനോട് എന്താവും? കൂടും. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ നിങ്ങൾ ഹ്യൂജ് ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ ടാക്സ് റേറ്റ് മാറും, ടാക്സ് ലാബ് എന്താവും? മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പറയും പേടിക്കണ്ട, നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിലീഫ് തരുന്നുണ്ട്. സോ എനി ഇൻകം വിച്ച് ഈസ് റിസീവ്ഡ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയേഴ്സ്,
കഴിഞ്ഞ വർഷങ്ങളിലെ ഏതെങ്കിലും ഇൻകം ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സാലറി ഇൻ അഡ്വാൻസ്, സാലറി ഇൻ അരിയേഴ്സ്, യെസ്, ഫാമിലി പെൻഷൻ ഇൻ അരിയേഴ്സ്, ഗ്രാറ്റുവിറ്റി. ആ ഗ്രാറ്റുവിറ്റി നിന്ന് കുറേ കാലത്തെ ഗ്രാറ്റുവിറ്റി ഇപ്പം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കമ്പനി പിരിച്ചു കിട്ടും, അപ്പോൾ ഹ്യൂജ് കോമ്പൻസേഷൻ തന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ബാധ്യതയല്ലേ, വലിയ കോമ്പൻസേഷൻ എന്നാൽ വലിയ ടാക്സ് വരും. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിലീഫ് കിട്ടും. റിലീഫ് കണ്ടുപിടിക്കേണ്ട മെത്തേഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേടാ? സോ റിലീഫ് ഓഫ് ടാക്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പെർഫെക്റ്റ്. അത് എപ്പോഴാണ് നമുക്ക് കിട്ടുക? എനി ഇൻകം വിച്ച് ഈസ് റിസീവ്ഡ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, അത് കാരണം ടാക്സ് ലയബിലിറ്റി എന്തായി? കൂടി. ടാക്സ് ലയബിലിറ്റി ഇല്ലാത്തൊരു ഇൻകം ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ടാക്സ് ഉള്ള ഒരു ഇൻകം ആണെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിലീഫ് കിട്ടും എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്തോ? പഠിച്ചു വെച്ചോ. ഇനി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത TDSഉം അഡ്വാൻസ് ടാക്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, സോ അതാ TDS ഞാൻ ഇവിടെ ഡിസ്കസ് അധികം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. TDS എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളുടെ അടുത്ത് സാധാരണ നമ്മൾ ടാക്സ് ഗവൺമെൻറ് പിടിക്കുക വരുമാനം കിട്ടിയ ആളെടുത്തു നിന്നാണ്. ഇത് ആ വരുമാനം കൊടുത്ത ആളെടുത്ത് പിടിക്കും. അതായത് എക്സാമ്പിൾ പറയാ വെച്ചാൽ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഞാനിപ്പോൾ ഫിൻസ്കോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫിൻസ്കോം തരുന്ന സാലറി എൻ്റെ സാലറിയാണ് അല്ലേ, ഞാനുള്ള ടാക്സ് കൊടുക്കണ്ടേ? പക്ഷേ അല്ല, ഫിൻസ്കോം എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണം? എൻ്റെ സാലറിയിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ട് അത് ഫിൻസ്കോമിൻ്റെ ഉത്തരവാദിത്തമാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അതാണ് ഞാനല്ല കൊടുക്കുക. ആരാ കൊടുക്കുക? എൻ്റെ സാലറിയിൽ നിന്ന് പിടിക്കുക, അത് ശരിയാണ്, പക്ഷേ ഫിൻസ്കോമാണ് കൊടുക്കുക. സോ അതിന് പറയുന്ന പേരാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറവിടം. ആ ഇൻകം എവിടെ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത് അയാളുടെ ഉത്തരവാദിത്തമായി മാറും. അത് ആർക്ക് കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്ക്? ഗവൺമെൻറ്റിന്. കാരണം അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. യെസ്, അതിന് പറയുന്ന പേരാണ് ടാക്സ്. സോ ടാക്സസ് ആർ കളക്റ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻകം ജനറേഷൻ അറ്റ് സോഴ്സ്. ഓക്കെ, റെഡി? പേയറാണ് ഡയറക്റ്റ് ചെയ്യുക കേട്ടോ. പേയറാണ് ഡയറക്റ്റ് ചെയ്യുക. അതായത് ഏതിനൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യുക? സാലറി ആവാം, ഇൻട്രസ്റ്റ് ആവാം, റെൻ്റ് ആവാം, കമ്മീഷൻ ആവാം, എന്തും ആവാം. ഓക്കെ, യെസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എല്ലാം മിക്കതും 10% കേട്ടോ. ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സമയം ഉണ്ടാവില്ല, കാരണം നാളെ തന്നെ നിങ്ങളുടെ പരീക്ഷയാണ്. അപ്പോൾ സമയം ഉണ്ടാവില്ല, നിങ്ങൾ അതൊന്നും അതിന് ഡീറ്റെയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. റിക്കവറി ഓഫ് ടാക്സ്. എന്താണ് റിക്കവറി ഓഫ് ടാക്സ്? റിക്കവറി ഓഫ് ടാക്സ് പറഞ്ഞാൽ അതായത് പണ്ടത്തെ എന്തെങ്കിലും ടാക്സ് ഒരു SSC കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് പ്രീവിയസ് ഇയറിൽ ടാക്സ് SSC കൊടുത്തില്ലെങ്കിൽ, അത് സാറേ അതെന്തുകൊണ്ടാണ് സംഭവിക്കുക? അത് പല കാരണങ്ങളോട് സംഭവിക്കുക. ഒന്ന്, SSC അയാളുടെ ഇൻകം മൊത്തം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല, ഫയൽ ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് പിന്നീട് ഗവൺമെൻറ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിൻ്റെ ടാക്സ് റിക്കവർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് അത് എന്തൊക്കെയാണ് അത് ആവുക? റിക്കവർ ചെയ്യുക ടാക്സ്, ആ ടാക്സിൻ്റെ മേലെ ടാക്സ് അടയ്ക്കാത്തതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, അതിൻ്റെ പെനാൽറ്റി, ഇനി മറ്റ് മറ്റ് തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ റിക്കവർ ചെയ്യും. മോഡ്സ് ഓഫ് റിക്കവറി ചോദിക്കുന്ന ഒരു തിയറിയാണ്. മോഡ്സ് ഓഫ് റിക്കവറി നിർബന്ധമായിട്ട് ചോദിക്കേണ്ട ഒരു തിയറിയാണ്. അതെന്തൊക്കെയാണ്? ഒന്ന്, സർട്ടിഫിക്കറ്റ് ഓഫ് ടാക്സ് റിക്കവറി ഓഫീസർ. ആ റിക്കവറി ഓഫീസർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതിൽ അയാൾ എമൗണ്ട് സ്പെസിഫൈ ചെയ്യും. അതിൽ അയാൾ എങ്ങനെ റിക്കവർ ചെയ്യുക? അറ്റാച്ച്മെൻറ്റ് വഴി. മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടീസ്, SSCയുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. കണ്ടുകെട്ടി അയാൾ അത് റിക്കവർ ചെയ്യും. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് അതർ മോഡ്സിൽ ഏതൊക്കെയാണ് വരിക നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാലറി അറ്റാച്ച് ചെയ്യുക. ഒരാളുടെ സാലറി അയാളുടെ കമ്പനിയിൽ പറഞ്ഞിട്ട് അത് അറ്റാച്ച് ചെയ്യുക. ഗാർണിഷ് ഓർഡർ, അഗെയിൻ അത് ഒരു ടാക്സ് റിക്കവറി ഓഫീസർ കൊടുക്കുന്ന ഒരു ഓർഡറാണ്. ഫ്രം എ കോർട്ട് ഓർഡർ ആവാം. സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി റിക്കവർ ചെയ്യാം. ഫോറിൻ ഗവൺമെൻറ്, അതായത് ഫോറിൻ മണി അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഇവിടെ അടയ്ക്കാതെ പുറത്തു പോയി, അങ്ങനെയുള്ള കേസസിലൊക്കെ ആണെങ്കിൽ ഫോറിൻ ഗവൺമെൻറ് ഹെൽപ്പ് എന്ത് ചെയ്യാം? തേടാം. സോ ഇത് പഠിച്ചു വെച്ചോ, ചിലപ്പം 5 മാർക്സിന് ചോദിക്കാം. എഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിയറി, ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. എൻ്റെ പേര് തന്നെ അതിൻ്റെ ഉത്തരവുണ്ടടാ, ടാക്സ് ക്ലിയർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ ഇനി ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ടാക്സ് അതോറിറ്റീസ് ദാറ്റ് ദ ടാക്സ് പെയർ ഹാസ് പെയ്ഡ് ഓൾ ഇസ് ഔട്ട്സ്. എല്ലാം പേ ചെയ്തു, ഇനി ഒന്നുമില്ല, ഇനി നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ടാക്സ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ടാക്സ് സർട്ടിഫിക്കറ്റ്. യെസ്,
റീഫണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, കൂടുതലായി പോയാൽ, അതായത് അയാൾ ടാക്സ് ലയബിലിറ്റിനെക്കാട്ടും കൂടുതൽ അടച്ചുപോയി, അങ്ങനെ അടച്ചു പോവാം. കാരണം TDS ചിലപ്പോൾ കൂടുതൽ പിടിക്കാം. ഇപ്പം ഞാൻ TDS പിടിക്കേണ്ടാത്ത ഒരാളായിരുന്നു, പക്ഷേ TDS പിടിച്ചു കഴിഞ്ഞു, അതുപോലെ കമ്പനി അത് പിടിച്ചു, എൻ്റെ സാലറിയിൽ നിന്ന് പോയി. അല്ലെങ്കിൽ ഞാൻ അറിയാതെ കൂടുതൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ കൂടുതൽ പേ ചെയ്ത് പോയി. അങ്ങനെ പല കേസസും ആവാം. ഓക്കെ, അതാണ് റീഫണ്ട് ഓഫ് ടാക്സസ്. യെസ്, ഇതൊന്ന് പഠിച്ചു വെച്ചോ. കീ ഇൻസ്റ്റൻസസ് വെൻ ഇൻകം ടാക്സ് റീഫണ്ട് ക്യാൻ ബി ക്ലെയിം. എപ്പോഴൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? ഒന്ന് എക്സസ് TDS, മറ്റൊന്ന് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തു, മറ്റൊന്ന് എന്താ വെരി ഇമ്പോർട്ടൻറ്റ്, ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു, അതായത് ആദ്യത്തേനേക്കാട്ടും കുറഞ്ഞു, കാരണം അതൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തപ്പോൾ നമ്മളെ ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു. അപ്പോഴും അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്, അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 4 കേസസാണ്, അതൊന്നും എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. യെസ്, അതോടെ അതും കഴിഞ്ഞു. യെസ്, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് തിയറി ലേക്ക് പോവാണ്. ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ആർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ? ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ. അപ്പോൾ ഏറ്റവും തലതൊട്ടപ്പൻ ആരാ? ഇൻകം ടാക്സ് അതോറിറ്റി എപ്പെക്സ് അതോറിറ്റി, ഹയസ്റ്റ് അതോറിറ്റി ആരാണ്? CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണർ, പിന്നെ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണർ. ഡയറക്ടർ ജനറൽ കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർ, ചീഫ് കമ്മീഷണർ കഴിഞ്ഞാൽ പിന്നെ കമ്മീഷണർ, അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ അഡീഷണൽ ഡയറക്ടർ ഓർ അഡീഷണൽ കമ്മീഷണർ, പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ, ജോയിൻറ്റ് കമ്മീഷണർ. സോ ഡയറക്ടർ ജനറൽ, ഡയറക്ടർ അഡീഷണൽ, ജോയിൻറ്റ് ഡയറക്ടർ, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ആ ഒരു ഓർഡർ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിനുശേഷം ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, അതിനുശേഷമാണ് ടാക്സ് റിക്കവറി ഓഫീസ്, അതിന് ഏറ്റവും താഴ്ത്തി വരുന്നതാണ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. CBDT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. CBDT എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അതോറിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദ പവർ ടു മേക്ക് റൂൾസ്. ഇറ്റ് ഹാസ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ താഴെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കാണ്? CBDTക്കാണ്. പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഇതിൻ്റെ ലെവിയും കളക്ഷനും, ലെവി എന്ന് പറഞ്ഞാൽ എന്താ, ചുമത്തുക, അതിനെ കളക്ട് ചെയ്യുന്ന ഒക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? CBDTക്കാണ്. ഉത്തരവാദിത്തമല്ല, അതിൻ്റെ മാറ്റേഴ്സ് അവർ ഡീൽ ചെയ്യും. പിന്നെ മൊത്തത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവിഷനും ആർക്കാണ്? CBDTക്കാണ്. യെസ്, ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് കൺട്രോൾസ് അതർ IT അതോറിറ്റീസ്. മറ്റ് IT അതോറിറ്റീസിനെ ഇത് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു മെമ്മറി കോഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗജാഫി, എങ്ങനെയാണ് ഗജാഫി എന്നുള്ള കോഡ്? ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്താണ് ഓതറൈസ്, അവരെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓതറൈസേഷൻ കൊടുത്തുകൊണ്ട്, അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട്, പിന്നെ അപ്പോയിൻറ്റിങ് IT അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? CBDTക്കാണ്. പിന്നെ അവരുടെ ഫങ്ഷൻസിനെ സ്പെസിഫൈ ചെയ്യാനുള്ള അവകാശം, അതായത് എന്നാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള അവകാശം ആർക്കാണ്? CBDTക്കാണ്. ജൂറിസ്ഡിക്ഷൻ, നീ കോഴിക്കോട് റേഞ്ച് നീ നോക്കുക, എന്ന റേഞ്ച് ഇയാൾ നോക്കുക എന്ന് പറയുന്ന അവകാശം ആർക്കാണ്? ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തോന്നും. അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള അവകാശം ഇയാൾക്കാണ്. ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം CBDTക്കാണ്. സോ ഗജാഫി എന്നുള്ള ആ കോഡ് എന്തൊക്കെയാണ്? ഗൈഡ് ലൈൻസ്, അപ്പോയിൻറ്റ്, ജൂറിസ്ഡിക്ഷൻ, ഓതറൈസ്, ഫങ്ഷൻ സ്പെസിഫൈ ചെയ്യാൻ, ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഇഷ്യൂ ഓർഡേഴ്സ് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓതറൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റ പോയിൻ്റ് ആയിട്ടല്ല, ഞാനിവിടെ ഒരൊറ്റ പോയിൻ്റ് ആയിട്ടല്ല എഴുതിയത്, മീൻസ് ഒന്നിൻ്റെ കീഴിലല്ല എഴുതിയത്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ടു ഇഷ്യൂ ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു എന്താണ് IT അതോറിറ്റീസ്, അപ്പോയിൻറ്റ് IT അതോറിറ്റി. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോയിൻമെൻറ്റ് വേണ്ട, അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. IT അതോറിറ്റി അതിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഇത് ഇതാക്കണം. അങ്ങനെ എല്ലാം IT അതോറിറ്റിന്ന് ലാസ്റ്റ് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇതെല്ലാം സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അസസിങ് ഓഫീസർ ആരാന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക്. യെസ്, ടാക്സ് റിക്കവറി ഓഫീസർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അസസിങ് ഓഫീസറാണ് അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് നോക്കുക. ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് യെസ്, അതിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ക്വിക്ക് മെമ്മറി ടിപ്പിൽ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരീസിലെ 4 R ഉണ്ട്, 2 S ഉണ്ട്. 4 R 2 S. സോ പാരീസ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന് സിവിൽ കോർട്ടിൻ്റെ പവറാണ്. ഇറ്റ് ഹാസ് എ പവർ ഓഫ് സിവിൽ കോർട്ട്.
എന്തിനൊക്കെ? റിഗാർഡിങ് ദ ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. ഇതിന് പവർ ഓഫ് സിവിൽ കോർട്ടിൽ നിന്ന് പഠിച്ചാൽ മതി, പോയിൻ്റ് മാർക്ക് കിട്ടിക്കോളും. ഇനി പി, ആദ്യത്തെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പെനാൽറ്റിയാണ്. പെനാൽറ്റി കൊടുക്കാനുള്ള പവർ. അപ്പീൽ ഡിസ്പോസ് ചെയ്യാനുള്ള പവർ. ഇനി 4-6 വരുന്നുണ്ട്. എന്തൊക്കെയാണ് 4-6? റിക്വിസിഷൻ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സ് നോക്കട്ടെ, നിങ്ങളുടെ ബുക്സ് എടുക്ക് എന്ന് പറഞ്ഞ് അവകാശം, അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസാണ്. സോ ഇവർ റെയ്ഡിനൊക്കെ പോകും. അപ്പോൾ ബുക്സ്, അല്ലെങ്കിൽ റെയ്ഡിന് പോകാതെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം? ബുക്സൊക്കെ എന്ത് ചെയ്യാം? റെക്വിസിറ്റ് ചെയ്യാം. റെക്വിസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആവശ്യപ്പെടാം. യെസ്. റീഫണ്ട് വിത്ത് ഹോൾഡ് ചെയ്യാൻ, അത് പിടിച്ചു വയ്ക്കാൻ. രജിസ്റ്റേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാനും, ബുക്സ് റിക്വസിറ്റ് ചെയ്യാനും എന്ന് മാത്രമല്ല രജിസ്റ്ററുകൾ ഇൻസ്പെക്ട് ചെയ്യാനും ഉള്ള പവർ. ആൻഡ് യെസ്, ഒരെണ്ണം കൂടി വരുന്നല്ലോ, 6 കൂടി ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂടാ. ഓക്കെ, 3-6 ഉള്ളൂ അല്ലേ? ഇപ്പോൾ 6 എക്സ്ട്രാ ആയിപ്പോയതാ. ഓക്കെ, നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. യെസ്. ഇനി ഇൻഫോർമേഷൻ കളക്ട് 2 ഉണ്ട് കേട്ടോ. കോൾ ഫോർ ഇൻഫർമേഷൻ, കളക്ട് സർട്ടൻ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ 2 ഉണ്ട്. ഞാൻ അവിടെ 2 കൊടുത്തിട്ടില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ 2S എന്താണ്? സെർച്ച് ആൻഡ് സീഷർ. അതായത് സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തിരയുക, സീഷർ എന്ന് പറഞ്ഞാൽ അഗൈൻ കണ്ട് കെട്ടുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ആൻഡ് എന്താണ്? സർവേക്കുള്ള പവർ ഓഫ് സർവേ. അപ്പോൾ ഇത്രയും എണ്ണമാണുള്ളത്. സോ ഇതിൽ എത്ര എണ്ണമായി? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഒരു 6 കൂടി മിസ്സിങ് ഉണ്ട്. യെസ്, അല്ല 2 ഇൻഫോർമേഷൻ ഉണ്ട്, കറക്റ്റാണ്. യെസ്. അപ്പം 3-6 ഉള്ളൂ കേട്ടോടാ. യെസ്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ എക്സ്ട്രാ ഇട്ട് പോയതാ അല്ലേ? ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലടാ? യെസ്. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിലേക്കൊന്ന് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ആവശ്യമില്ല നമുക്ക്. ഇത് നമ്മൾ കഴിഞ്ഞു. സോ മൊഡ്യൂൾ 2 യൂണിറ്റ് 1 കഴിഞ്ഞു. ഇനി നമ്മൾ യൂണിറ്റ് 2 പോവുകയാണ്. യെസ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേയബിൾ. ടാക്സ്, അതായത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയും ടാക്സ് പേയബിൾ ആണോ റീഫണ്ടബിൾ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്ത്? അസസ്മെൻറ്റ്. ഓക്കെ. അസസ്മെൻറ്റ് സ്റ്റേജസ് ഒക്കെ ഉണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ സ്വമേധയാ ചെയ്യുന്നതാണ്, അത് വിത്തിൻ ഡ്യൂ ഡേറ്റ് ആണ്. ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെയുണ്ട്, ലേറ്റ് ആണ്, സോ ഫൈൽഡ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. റിവൈസ്ഡ് റിട്ടേൺ, അഗൈൻ പേര് തന്നെയുണ്ട്. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എടുത്ത സാധനം വീണ്ടും അല്ലേ? അപ്പോൾ ഓൾറെഡി ഫയൽ ചെയ്ത സാധനം വീണ്ടും ഫയൽ ചെയ്യുക. എന്തിനാണ് ഫയൽ ചെയ്യുന്നത്? എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിട്ടേൺ ഓഫ് ലോസ്, അതിൻ്റെ പേര് തന്നെ ഉത്തരവുണ്ട്, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ. അതായത് ഇൻകം ഒന്നുമില്ല, പക്ഷേ വെറുതെ എന്ത് ചെയ്യാണ്? റിട്ടേൺ ഫയൽ ചെയ്യാണ്. എന്തിനാണ്? കാരണം നമുക്ക് കുറച്ച് ലോസ് വന്നു പോയിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത വർഷം ഇൻകം വരികയാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിട്ടേണാണ് റിട്ടേൺ ഓഫ് ലോസ്. കമ്പൾസറി റിട്ടേൺ, അതായത് അസസിങ് ഓഫീസർ നോട്ടീസ് കൊടുക്കും, നിങ്ങൾ എന്തായാലും ഫയൽ ചെയ്യണം. നമ്മൾ ഫയൽ ചെയ്യുന്നതല്ല, അസസിങ് ഓഫീസർ നോട്ടീസ് തന്നതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യുന്നതാണ് കമ്പൾസറി റിട്ടേൺ. ഡിഫൻസ് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അതാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. യെസ്, അതൊന്നും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കുക. ഫോംസ് ഓഫ് റിട്ടേൺ ചിലപ്പം ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ചെറിയ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ് കേട്ടോ. ഓക്കെ. ഈ ഫയലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഈ ഫയലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്തൊക്കെയാണ്? ഈസിയാണ്, ക്വിക്കായിട്ട് പ്രോസസ്സ് ചെയ്യും, നല്ല ആക്യുറേറ്റ് ആണ്, കൺവീനിയൻ്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സീക്രസി. ഓക്കെ, പുറത്തേക്കൊന്നും പോവില്ല. പാനും ടാനും ഒക്കെ അറിയാമല്ലോ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആൻഡ് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. ഓക്കെ. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അത് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് എന്നല്ല വരിക, അതിൽ ഓരോന്നും ചിലപ്പം ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പം ചോദിക്കാം. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. പേരിൽ എല്ലാം ഉണ്ട്. സോ ഞാൻ കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഇതോടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ മൊഡ്യൂൾ 2 ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് മൊഡ്യൂൾ 3, 4, 5 എന്താണ്? GST ആണ്. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ, യെസ്, GSTയിലോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഏകദേശം എത്ര നേരം? 1.5 മണിക്കൂർ കഴിഞ്ഞു. യെസ്, ഇനി 1.5 മണിക്കൂർ കൂടിയേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും സെറ്റല്ലടാ? യെസ്. GSTയിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകണം, നിർബന്ധമാണ്. കാരണം എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്തിരിക്കുന്ന അതിനാണെന്ന് എനിക്കറിയാം. യെസ്, അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. യെസ്, നോക്കിക്കേട്ടാ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. GST എടുത്തിക്കില്ല കേട്ടോ, GST എടുത്തിക്കില്ല, എടുക്കാൻ പോകുന്നേ ഉള്ളൂ. യെസ്,
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രാ ഹെഡ് ആൻഡ് ഇൻ്റർ ഹെഡ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ സെയിം ഹെഡ്, ഇൻ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഡിഫറെൻറ്റ് ഹെഡ്സ്. ബിനാമി ട്രാൻസാക്ഷൻസ് എന്താ നമ്മൾ നോക്കി കഴിഞ്ഞു. യെസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിൻ്റെ എങ്ങനെയാണ് സെറ്റ് ഓഫ് ക്യാരി ഫോർഡും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബോത്ത് അഗെയിൻസ്റ്റ് STCG ആൻഡ് LTCG അല്ലേ. ഓക്കെ, ഞാനിവിടെ ഏതാ STCG ആൻഡ് LTCG. മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. വാട്ട് ഈസ് ടാക്സ് ഹോളിഡേ? ടാക്സ് ഹോളിഡേ നമ്മൾ നോക്കിയിട്ടില്ല. യെസ്, അത് നമ്മളെ മൊഡ്യൂളില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊന്ന് പറഞ്ഞു തരണം, നമ്മൾ എന്തായാലും പറയാം. അസസ്മെൻ്റ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് നമ്മൾ പഠിച്ചു. റിക്കവറി ഓഫ് ടാക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ GST ആണ്, അല്ല ബാക്കിയൊക്കെ എന്താണ് GST ആണ്. നമ്മൾ GST പഠിക്കുമ്പോൾ അതെന്താവും നമുക്ക് സെറ്റാവും. നോക്കിക്കേടാ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കിയേ, കണ്ടില്ലേ, ആകെ എത്ര നേരം എടുത്തത്, 1.5 മണിക്കൂർ എടുത്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്ന് നോക്കിയോ, ഇനിയുണ്ട് ഇതാ, deemed income is income not received by the SC but taxed as if it were. What are some examples of deemed income? Chimes പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് ചൈംസ്? ക്യാഷ് ക്രെഡിറ്റ്, ഹുണ്ടി ട്രാൻസാക്ഷൻസ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അൺഎക്സ്പ്ലെയിൻഡ് മണി, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എന്താ ഷെയർ ഓഫ് മെമ്പർ ഓഫ് AOP or BOI, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. കഴിഞ്ഞു, മാർക്ക് കിട്ടി. എത്ര മാർക്ക് അതിന് കിട്ടുക? 5 മാർക്ക് മോനെ കിട്ടുക. യെസ്, ബെസ്റ്റ് ജഡ്ജ് ഞാൻ പറഞ്ഞില്ലേ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റും പ്രിക്കോഷൻ. ആ അസസ്മെൻറ്റ്സ് ഓരോന്ന് നിങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ മതി. അവിടെ ഉണ്ട്, മൊഡ്യൂളിലുണ്ട്, നിങ്ങൾ നോക്കി പഠിച്ചോട്ടോ. TDS എന്നാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റനാണ്, പ്രീവിയസ് ഇയർ, അതായത് 2025 ക്വസ്റ്റനാണ്. സോ ഓൾറെഡി TDS ചോദിച്ചുകൊണ്ട് ഇനി അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 5 മാർക്സിന് ചോദിക്കില്ല, പക്ഷേ ചിലപ്പോൾ 2 മാർക്സിനൊക്കെ എന്തെങ്കിലും ചോദിക്കാനും മതി. യെസ്, ന്യൂ ഇൻകം ടാക്സ് റെജിമിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്? റിബേറ്റ് 7 lakh വരെയുണ്ട്. ടാക്സ് റേറ്റ് ഇതാണ്. എക്സംഷൻസും ഡിഡക്ഷൻസും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവൈലബിൾ ആയത് വളരെ കുറവാണ്. ഏതൊക്കെയാണ്? 2-3 ഉള്ളൂ. അവൈലബിൾ അല്ലാത്തതാണ് കൂടുതൽ. അതങ്ങ് എഴുതി കിട്ടാൽ മതി. അപ്പോൾ എന്ത് കിട്ടി? മാർക്ക് കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളങ്ങ് എഴുതൂലേ. അതിൽ ഞാൻ പറഞ്ഞ 2 സാധനം, ടാക്സ് റേറ്റും എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് നോട്ട് അവൈലബിൾ, അത് രണ്ടും എന്ത് ചെയ്യാൻ നോക്കുക. യെസ്, അതൊക്കെ GST ആണ്. ഇത് വൈകടാ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, ഓരോന്ന് 70 year old ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 70 year old ആകുമ്പോൾ പ്രശ്നമല്ല നമുക്ക്. മെഡിക്കൽ ഇൻഷുറൻസിന് അത് പ്രശ്നമുള്ളൂ, അല്ലാത്ത പ്രശ്നമല്ല. കാരണം ടാക്സ് കണ്ടുപിടിക്കാൻ പറയുന്നില്ലല്ലോ. സോ GTA തന്നിട്ടുണ്ട്. അതിലെന്തൊക്കെയുണ്ട്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സേവിങ്സ് ബാങ്ക് 12,000 വരെ ഉണ്ട്. അവിടെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 40,000 വരെ എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സേവിങ്സ് ബാങ്കിൽ 10,000 വരെയാണ് TTA പ്രകാരം ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ. സീനിയർ സിറ്റിസൺ ആണ് 40,000 വരിക. അത് മറ്റേ മൊഡ്യൂളിലുണ്ട് കേട്ടോ. ആ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. യെസ്, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. യെസ്, ഇനി അടുത്തത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊഡ്യൂൾസ് മൊത്തം കിട്ടുമേ. സോ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരതിനകത്ത് ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഞാൻ പറയാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. പുതിയ ആളുകളുണ്ടെങ്കിൽ, ഓൾറെഡി കയറിയ ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. യെസ്, റെഡി. ഇനി എന്താ ഉള്ളത്? ഇതൊക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് നമുക്ക് 12,000 കൂട്ടാം. ആദ്യം ഇൻകത്തിനോട് കൂട്ടിയതിന് ശേഷം അവസാനം എന്ത് ചെയ്യാം? ATTTയിൽ അത് കുറയ്ക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഇൻകത്തിനോട് അത് ആദ്യം കൂട്ടും, എന്നിട്ട് GTA ഒക്കെ കാണും. GTA കണ്ടതിന് ശേഷം പിന്നെ ATTTയിൽ അത് വീണ്ടും കുറയ്ക്കും. അങ്ങനെയാണ് ചെയ്യുക. PPF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എത്രടാ? 31,000. യെസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് എത്ര വരെ കിട്ടും? 25,000 വരെ കിട്ടും. സോ 25,000 വരെ കിട്ടും. ഓക്കെ അല്ലടാ? ഓക്കെ, സോ സിമ്പിൾ അല്ലടാ. എന്താണ് ഇതൊക്കെ എന്ത് ചെയ്യുക? യെസ്, ഇതൊക്കെ ഓൾറെഡി ആഡഡ് ആണിത്. അപ്പോൾ ഇതൊന്നും ഇനി ആഡ് ചെയ്യേണ്ട, വിച്ച് ഇൻക്ലൂഡ്സ് ആണ് പറയുന്നത്. ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. GTA ഓൾറെഡി കിട്ടി. ആ GTAയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 140 കുറയ്ക്കുക. ഈ 12,000 ATTTയെ കുറയ്ക്കുക. ഈ 31,000 കുറയ്ക്കേണ്ട. എത്ര കുറച്ചാൽ മതി? 25,000 കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടിയടാ. ഒരു പണിയില്ല അല്ലേ? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നത്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പോൾ നിങ്ങൾ ചെയ്യൂലേ? യെസ്, ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം അറിയിക്കണേ. ഈ ATCD ഇത് 3 കൂട്ടിയിട്ട് എത്രയാണ് വരാൻ പാടുള്ളൂ? 1.5. സോ ATCനൊക്കെ മാക്സിമം ലിമിറ്റ് എത്രയാടാ? 1.5 ലക്ഷമാണ്.
സോ അത് നോട്ട് ചെയ്യണം. ഇവിടെ 1.40 അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ റെഡി. ഓക്കെ പെർഫെക്റ്റ്. നോക്കിയേ ഇത്ര സിമ്പിളാണ്. അടുത്തതാ വിത്ത് ഡിസബിലിറ്റി. അയാൾക്കൊരു ഡിസബിലിറ്റി ഉണ്ട്. ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ. ഇതൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരാം കേട്ടോ. ഇത് കുറച്ച് വലിയ ചോദ്യമാണ്. ഇതിൽ നമുക്ക് റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യണം? നിങ്ങൾ സാലറി നിന്ന് എത്ര കുറയ്ക്കണം? 50,000 സ്റ്റാൻഡേർഡ് ഡെഡക്ഷൻ കുറയ്ക്കണം. റെൻറ്റിൽ നിന്ന് എത്ര കുറയ്ക്കണം? 30% സ്റ്റാൻഡേർഡ് ഡെഡക്ഷൻ കുറയ്ക്കണം. ഡിവിഡൻഡ് ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 5,000 ഇത് ഗ്രോസ് ആണെന്നാണ് പറയുന്നത്. മീൻസ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സോറി ഗ്രോസ്. അപ്പോൾ കുഴപ്പമില്ല. നെറ്റല്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? 30% കിഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഇത്. ഓക്കെ ഇത് അപ്പടി എന്ത് ചെയ്യുക? കൂട്ടുക. ഇത് എന്ത് ചെയ്യുക? ഇത് 80C ആണ്. ഇതും എന്താണ്? 80C ആണ്. യെസ്. ഇത് കൂടാതെ അയാൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് ഓൺ ദ സെയിൽ ഓഫ് ഗോൾഡ്. ഓക്കെ അതും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ അത് സെപ്പറേറ്റ് സ്ലാബ് റേറ്റുള്ളത് സ്ലാബ് റേറ്റിലും അല്ലാത്തത് എന്ത് ചെയ്യുക? സെപ്പറേറ്റിൽ ചെയ്ത ടാക്സ് പേയബിൾ നിങ്ങൾക്ക് കാണാം. ടാക്സബിൾ ഇൻകം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങൾ കൂട്ടിയാൽ മാത്രം മതി. സോ ഇത് രണ്ടും ഡിഡക്ഷനാണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? കൂട്ടുക. ഇതും കൂട്ടാൻ മറക്കരുത്. ഇതും കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം കിട്ടും. അതിൽ സ്ലാബ് റേറ്റുള്ളത് സെപ്പറേറ്റും അല്ലാത്ത സെപ്പറേറ്റും എന്ത് ചെയ്യുക? ഓക്കെ ആണോടാ? ഓക്കെ യെസ്. ഇതിൽ ഇനി എന്തുണ്ടോ? ഇതാ നോക്കിക്കേടാ. ലിസ്റ്റ് ദ സെവറൽ ഫോംസ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ITR 1 ITR 2 ഞാൻ നേരത്തെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ആ സാധനമാണത്. മെത്തേഡ്സ് ഓഫ് ഫയലിംഗ് ദം. മാനുവൽ മെത്തേഡും ഉണ്ട്. എന്തുകൊണ്ട്? അതായത് ഓൺലൈൻ മെത്തേഡും ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് എഴുതി. അത് ഇനി പ്രാവശ്യം വരാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. ഓക്കെ യെസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലബിംഗ് ഓഫ് ഇൻകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 80D നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 87A നമ്മൾ പഠിച്ചു. ടാക്സ് റെജീം റേറ്റ് നമുക്കറിയാം. പാൻ അറിയാം. ബിലേറ്റഡ് റിട്ടേൺ ഇതൊക്കെ നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ GST ഉണ്ടോ? പഠിച്ചിട്ടില്ല. ഓക്കെ ക്രെഡിറ്റ് നോട്ട്. ഓക്കെ ഇനി അടുത്തെന്താ? ഇതൊക്കെ നമുക്ക് പഠിക്കാം. ക്യാരി ഫോർവേഡ്. ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് നമ്മൾ പഠിച്ചു. ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മൾ പഠിച്ചു. CBDT കുറേ എണ്ണം പഠിച്ചില്ലേ? അഡ്വാൻസ് പേയ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. ടൈം അതൊക്കെ GST ആണ്. യെസ്. വീണ്ടും ടോട്ടൽ ഇൻകം കാണാനുള്ള. ടോട്ടൽ ഇൻകം എങ്ങനെ കാണാൻ? അതെല്ലാം എന്ത് ചെയ്യുക? കൂട്ടുക. എല്ലാം കൂട്ടിക്കോ. എക്സാമിനേഷൻ, റെമ്യൂണറേഷൻ, റോയൽറ്റി എല്ലാം കൂട്ടിക്കോ. സോ ഇതൊക്കെ നിങ്ങൾക്ക് സാലറിയിലാണ് വരിക. ഏത് 3 സാലറിയിലാണ് വരിക? ഞാനിവിടെ എഴുതി തരാം. ഇത് 3 നിങ്ങൾക്ക് സാലറിയിലാണ് വരിക അല്ലേ? ഇതൊക്കെ അതർ സോഴ്സസ്. ഇതും അതർ സോഴ്സസ് ആണ്. പക്ഷെ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ എന്താണ് കാർഡ് ഗെയിംസ്, ബെറ്റിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്തേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതെന്താ സെപ്പറേറ്റ് ചെയ്തതിന് കാരണം എന്ന് വെച്ചാൽ 30% ആണ് ടാക്സ്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തേന്നുള്ളൂ. പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ല. കാരണം എന്താണ്? ടോട്ടൽ ഇൻകം കാണുകൊണ്ട് ടാക്സ് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. ഒറ്റ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? എന്താണ്? ഒരാൾ ലോട്ടറി വാങ്ങി. ലോട്ടറി അടിച്ചു. 5 ലക്ഷം രൂപയ്ക്ക് ലോട്ടറി അടിച്ചു. പക്ഷെ അയാൾ പറയാണ്, സാറേ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ലോട്ടറി വാങ്ങുന്നത്, എനിക്ക് 10 ലക്ഷം രൂപ ലോട്ടറിക്ക് ചിലവായിരുന്നു. അപ്പോൾ അയാൾ 5 ലക്ഷം അടിച്ചതിന് ടാക്സ് കൊടുക്കണ്ടേ? വേണ്ടല്ലോ അല്ലേ? കാരണം എന്താ? ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അയാൾക്ക് നഷ്ടം സംഭവിച്ചേ. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ പറ്റില്ല. ഇതൊരു ഗാംബ്ലിംഗ് പോലത്തെ പരിപാടിയാണ്. ഇവിടെ നിങ്ങൾ ചിലവാക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ചിലവാക്കി നിങ്ങൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ചിലവാക്കിയ തുക കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ എക്സ്പെൻസ് തന്നെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. ഈ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ പറ്റില്ല. മക്കളെ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങൾ ഈ ഇൻകം എന്ത് ചെയ്യണം? അതുപോലെ എന്ത് ചെയ്യണം? എടുക്കണം. പക്ഷേ ഒറ്റ കാര്യമുണ്ട്. ഇവിടെ നെറ്റ് എന്നാണ് പറഞ്ഞത്. എന്താ നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ 28,000 എന്ന് പറഞ്ഞാൽ 30% കുറച്ചിട്ടാണ്. അതായത് ഈ 28,000 എന്ന് പറഞ്ഞാൽ 70%. അപ്പോൾ 28,000/70% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40,000 രൂപയാണ് ആക്ച്വലി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത്. അതിൻ്റെ 30% കുറച്ചിട്ടാണ് ഈ 28,000 നിങ്ങൾക്ക് കിട്ടിയത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. എന്നിട്ടൊന്നും ഇല്ലടാ, കഴിഞ്ഞു. എല്ലാം ആഡ് ചെയ്താൽ മതി. എല്ലാം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുക. പക്ഷേ അതിൻ്റെ എന്ത് ചെയ്യണം? ഹെഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പോൾ ഇത് 28,000 അല്ല എടുക്കേണ്ടത്. എത്ര എടുക്കേണ്ടത്?
40,000 എടുക്കേണ്ടത്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്ത് വെച്ച സാധനമാണ്.